അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗില് ഭാഗവാക്കാകുവാൻ കർത്താവിന്റെ വചനം പറയാനായി ക്ഷണിച്ച പ്രിയ ഫേബാൻഡിയോടുള്ള പ്രത്യേക നന്ദിയെ ഞാൻ അറിയിക്കുന്നു. ആന്റി വളരെ ഹൃദ്യമായിട്ടാണ് എന്നെ എപ്പോഴും ക്ഷണിക്കുന്നത്. ഒരു ഒഫീഷ്യൽ വേ ഒന്നുമല്ല, ഭയങ്കര എൻ്റെ മമ്മിയൊക്കെ എന്നോട് ഇടപെടുന്ന ഒരു രീതിയാണ് എനിക്ക് തോന്നുന്നത് എപ്പോഴും ഫേബാൻഡി മിണ്ടുമ്പോൾ. താങ്ക് യു സോ മച്ച് ആന്റി, ലവ് യു സോ മച്ച്. ഈ മീറ്റിംഗിലേക്ക് എന്നെ ക്ഷണിച്ചതിനും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. വീണ്ടും അധിക സമയം ഇൻട്രഡക്ഷനായിട്ട് പറഞ്ഞ് സമയം കളയാതെ ഇന്ന് കർത്താവ് എൻ്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്ന കർത്താവിന്റെ ആലോചന നിങ്ങളുമായി പങ്കിടാൻ ആഗ്രഹിക്കുകയാണ്. ഇതൊരു ലേഡീസ് മീറ്റിംഗ് ആണല്ലോ. യൂഷ്വലി നമ്മള് ലേഡീസ് മീറ്റിങ്ങുകളിൽ ലേഡീസിനെ കുറിച്ച് കേൾക്കുവാൻ താല്പര്യമുള്ളവരാണ്, അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ യൂഷ്വലി നമ്മൾ കുറച്ചു പേരെ സാധാരണയായി അവരെ കുറിച്ച് കേൾക്കാറുണ്ട്. അല്ലാത്ത മെസ്സേജസ് ഞാൻ പറയാറുണ്ട്. എന്നാലും ഓരോ ഇടങ്ങളിൽ കർത്താവിന്റെ വചനം പറയണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ശരിക്കും പ്രാർത്ഥിച്ച് ദൈവാത്മാവ് തരുന്ന നിയോഗത്തിലാണ് അത് ചെയ്യുന്നത്. അപ്പൊ ഇവിടെയുള്ള ദൈവമക്കളോട് കർത്താവിന്റെ വചനം പറയുകയാണെന്ന് അറിഞ്ഞപ്പോൾ മുതൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവ് എനിക്ക് തന്നൊരു മെസ്സേജാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. എനിക്കറിയത്തില്ല എത്ര പേര് ആ സഹോദരിയെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും, കേട്ടിട്ടില്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷെങ്കിൽ കർത്താവ് എനിക്ക് തന്ന ചില വെളിപ്പാടുകള്, ദൈവിക ആ വ്യക്തിയെ കുറിച്ചുള്ള ചില പാഠങ്ങള് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ആന്റി പറഞ്ഞതുപോലെ കോളേജിന്റെ ടൈമിങ് ഞാൻ ജസ്റ്റ് സ്റ്റാഫ് പ്രെയർ കഴിഞ്ഞിട്ട് ഓടി വന്ന് കയറിയതാണ്. അപ്പൊ ആദ്യത്തെ എൻ്റെ 2 പീരീഡ്സ് മാറ്റി വെച്ചിട്ട് ഞാൻ മീറ്റിങ്ങിലേക്ക് ശരിക്കും ഫേബാൻഡിയുടെ ആ ആഗ്രഹത്തിന് വേണ്ടി ഞാൻ ഓടി വന്ന് കയറിയതാണ്. പിന്നെ ഇത് കഴിയുമ്പോൾ എൻ്റെ മെസ്സേജ് ഏകദേശം 1 മണിക്കൂർ കാണുമല്ലോ. അത് കഴിയുമ്പോൾ ഞാൻ പെട്ടെന്ന് ചാപ്പലിലും ഒന്ന് ജോയിൻ ചെയ്യും. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, അവസാനം വരെ എനിക്ക് ഒരു പക്ഷേ ഇരിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. നിങ്ങൾ എന്നോട് അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുക. നമ്മള് ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായം വായിക്കുമ്പോൾ ഞാനിപ്പോ നിങ്ങളോട് ചോദിക്കുകയാണ്. ഇങ്ങനെ ഓൺലൈൻ മീറ്റിംഗ് ആയതുകൊണ്ട് ഒത്തിരി ഇന്ററാക്ഷൻ ഉള്ള സാധ്യതകൾ കുറവാണ്. എന്നാലും ഞാനൊരു അധ്യാപിക ആയതുകൊണ്ട് അങ്ങനെ ഒരു ശീലമായി എനിക്ക്. അപ്പോ ഞാൻ ചോദിക്കുക, ഏറ്റവും വലിയൊരു ധീരവനിതയായിട്ട് നമ്മുടെ മനസ്സിലേക്ക്, പ്രത്യേകിച്ച് ജഡ്ജസ് ചാപ്റ്റർ 5 ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്കെല്ലാം, ഒരു ദിവസം ഞാൻ വീട്ടിൽ ഇങ്ങനെ ഇരുന്ന് വചനം ധ്യാനിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് ചോദിച്ചു, അങ്ങനെ ഒരു ചോദ്യം ഷൈനിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആരെയാണ് പറയുന്നത്? ദർ ഇസ് നോ ഡൗട്ട്, ഒരു സംശയവുമില്ല, നമ്മൾ പറയും ദെബോരയാണ്. ധീര വനിത ദെബോര, കമാൻഡർ ഇൻ ചീഫ് എന്ന് നമുക്ക് അവളെ വേണേ വിളിക്കാം. ഒരു ഭയങ്കര സൈന്യാധിപയാണ് അവള്, ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. അഭിഷേകവും അധികാരവും എല്ലാമുള്ള, സധൈര്യം മുന്നേറുവാൻ, ഒരു പുരുഷനെ വരെ ബലപ്പെടുത്തി മുന്നേറുവാൻ ശക്തിയായ ഒരു സ്ത്രീ. അപ്പൊ നമ്മൾ നാച്ചുറലി പറയുന്നത് ദെബോരയാണെന്നാ പറയുന്നത്. എന്നാ പരിശുദ്ധാത്മാവ് എന്നോട് പെട്ടെന്നൊരു ഇടപെടല് നടത്തി. ദെബോര ശക്തിയായ ഒരു സ്ത്രീയായി, എന്നാല് ആരുടെ ശ്രദ്ധയിൽ അധികം പെടാതെ കിടക്കുന്ന, എന്നാൽ അസാധാരണമായ ദൈവപ്രവൃത്തി ചെയ്തെടുത്ത ഒരു സ്ത്രീ അതിന്റെ ഉള്ളിലുണ്ട്. അത് മറ്റാരുമല്ല, യായേൽ എന്ന അനുഗ്രഹിക്കപ്പെട്ട സഹോദരിയ. എത്ര പേര് യായേലിനെ കുറിച്ച് പ്രസംഗിക്കാറുണ്ടെന്ന് എനിക്കറിയില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് പറഞ്ഞു ദൈവസന്നിധിയിൽ ഇരുന്ന് യായേലിനെ കുറിച്ച് പഠിക്കണം. യായേലിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ഒത്തിരി ടൺസ് ഓഫ് ലെസൺസ് വി ക്യാൻ ലേൺ. ആമേൻ. ടൺസ് ഓഫ് ലെസൺസ് വി ക്യാൻ ലേൺ. നമുക്ക് ഒത്തിരി പഠിച്ചെടുക്കാൻ കഴിയും. അപ്പൊ ഒത്തിരി ഉണ്ട്. പക്ഷെങ്കിൽ ഞാൻ ചില പാഠങ്ങൾ ഞാൻ പെട്ടെന്ന് നിങ്ങളുമായിട്ട് സംസാരിച്ച് എന്റെ മെസ്സേജ് ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുക. നമ്മുടെ ഈ ചിന്തകൾ നമ്മുടെ ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ, ഈ ഫെലോഷിപ്പിന് ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ഇപ്പൊ ആരും ബൈബിൾ തുറക്കണമെന്നില്ല കേട്ടോ, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. യോശുവയുടെ പുസ്തകം 10-ാം അധ്യായം 11-ാം അധ്യായം അതിന്റെ 10 മുതൽ അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു വെച്ച് ഞാൻ ഇതിലേക്ക് കടക്കാം. യോശുവ 11-ാം അധ്യായം 10 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് അറിയാം, യോശുവയും ഇസ്രായേലൈറ്റ്സും കൂടെ ഒരു പട്ടണത്തെ നിർമൂലമായിട്ട് നശിപ്പിച്ചു കളഞ്ഞ ഒരു പട്ടണമാണ് ഹാസോർ എന്ന് പറയുന്നത്. ഹാസോർ മലയാളത്തിലും അങ്ങനെ തന്നെയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഹാസോർ എന്ന പട്ടണം, അത് കംപ്ലീറ്റ് 2 പ്രാവശ്യം അതിനെ തീ വെച്ച് ചുട്ടുകളഞ്ഞു എന്ന് ദൈവജനത്തിലുണ്ട്. എന്നാൽ
എങ്ങനെയോ ഈ ന്യായാധിപന്മാർ പുസ്തകം 4:2 നാം വായിക്കുമ്പോൾ എങ്ങനെയോ സംഹൗ മാനേജ് ടു സർഫേസ്, പിന്നെയും ഇത് ഉപരിതലത്തിലേക്ക് കൊണ്ടുവരുവാൻ, ഉപരിതലത്തിലേക്ക് ആ സിറ്റി കടന്നു വരുവാനിടയായി. അങ്ങനെ വന്ന ഈ ചുട്ടെരിച്ച് കളഞ്ഞ ആ പട്ടണത്തിന് വീണ്ടും ശക്തി പ്രാപിച്ച് ഒരു പുനഃപ്രാപണം പ്രാപിച്ച് ഇത് മുന്നേറി വന്നപ്പോൾ അതിന് ശക്തനായ ഒരു രാജാവും ഉണ്ടായി. അതാണ് യാബീൻ രാജാവ്. നമ്മൾ 5-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ യാബീൻ രാജാവാണ് ഒരു കനാന്യ രാജാവാണ്. ആ കനാന്യ രാജാവായ യാബീന് ഒരു സേനാപതി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് സിസറ. സിസറ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ അറേ ഓഫ് ബാറ്റിൽ എന്ന, അല്ലെങ്കിൽ ബാറ്റിൽ ഫീൽഡ് എന്ന. അവന്റെ പേരിന്റെ അർത്ഥം തന്നെ യുദ്ധക്കളം എന്നാ. എത്രയധികം ഇരുമ്പ് രഥങ്ങളും അല്ലെ നമ്മളവിടെ വായിക്കുന്നുണ്ട്. അങ്ങനെ ശ്രേഷ്ഠനായ ഒരു സൈന്യാധിപനായിരുന്നു ആര്? ഈ സിസറ എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു രാജ്യം, ആ രാജ്യത്തിൽ യാബീന് ഈ ദൈവജനമായ ഇസ്രായേൽ ദൈവസന്നിധിയിൽ നിന്ന് എപ്പോഴും സ്ലിപ്പ് ഓഫ് ചെയ്യുന്ന ആൾക്കാരാണ്. ദൈവസന്നിധിയിൽ നിന്ന് എപ്പോഴും അവര് മാറിപ്പോകും, തെന്നിപ്പോകും. ദൈവം ചെയ്യുന്ന നന്മകളെ മറന്നുപോകും. ദൈവം ആരെന്ന് ചിലപ്പോൾ മറന്നുപോകും. സത്യവാനായ ദൈവത്തെ കുറിച്ച് അങ്ങ് മറന്നുപോകും. അതുകൊണ്ട് അവരെപ്പോഴും ഒരു സ്ലിപ്പിംഗ് എവേ അവരുടെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട്. അങ്ങനെ സംഭവിക്കുന്നത് കൊണ്ട് തന്നെ ജാതികളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കാറുണ്ട്. അവരുടെ പ്രവാസ കാലങ്ങളിലേക്ക് പോകാറുണ്ട്. ആ പ്രവാസ കാലങ്ങളിൽ നിന്ന് അവരെ മടക്കി വരുത്താറുണ്ട്. ദൈവത്തിന്റെ പ്രവൃത്തികൾ അങ്ങനെ മനസ്സിലാക്കുന്ന ഒരു ജനതയായിരുന്നു ഇസ്രായേൽ ജനം. അങ്ങനെ ദൈവസേനയിൽ നിന്ന് മാറിപ്പോയപ്പോ യാബീൻ എന്ന രാജാവിന് യഹോവ അവരെ വിറ്റുകളഞ്ഞു. ഇപ്പോൾ അവരുടെ അടിമത്തത്തിലാണ്. ജനം കിടന്ന് ഞരങ്ങുകയാ. ഞെരുക്കത്തിലൂടെ, ഭാരത്തിലൂടെ, വേദനയിലൂടെ കടന്നു പോകുകയാണ്. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞു, ഹാസോർ എന്ന പട്ടണം എല്ലാം ചുട്ടെരിച്ചു കളഞ്ഞ പട്ടണമായിരുന്നു. പക്ഷെ പിന്നെയും അത് കയറി വന്നു. അവിടെ എനിക്കൊരു ആത്മീയ ദൂത് പറയാനുണ്ട്. ഏത് ഹാസോർ എന്ന പട്ടണത്തെ ഒരു പാപത്തോട് നമ്മൾ ഉപമിച്ചാൽ, എത്രമാത്രം ചുട്ടെരിച്ചു കളഞ്ഞാലും പിന്നെയും അതിന് ജനങ്ങളിലേക്കും പിന്നെയും അതിന് ദൈവപ്രവർത്തികളിലേക്ക് കടന്നു കളയാൻ, നുഴഞ്ഞു കയറാനുള്ള ഒരു ആധിപത്യം ഈ പാപത്തിനുണ്ട്. എന്നാൽ അഭിഷേകമുള്ള ദൈവ പൈതങ്ങള് അതിന്മേൽ ജയമെടുക്കുന്നവരായിരിക്കും. ആത്യന്തികമായ വിജയം ദൈവ കുഞ്ഞുങ്ങൾക്ക്, അഭിഷേകമുള്ളവർക്കുള്ളതായിരിക്കും. ഇവിടെ നോക്കി, ഇതാണ് ഇതിന്റെ പശ്ചാത്തലം. 900 ഇരുമ്പ് രഥമുള്ള സിസര, ഇവരെല്ലാവരും ഒരുമിച്ച് ഇസ്രായേൽ ജനത്തിനെതിരെ യുദ്ധം ചെയ്യും. ദെബോരയിലൂടെ അവിടെ ഒരു പ്രവചന ശബ്ദം കേൾക്കുകയാണ്. ദൈവം നിങ്ങൾക്ക് വിജയം നൽകും, എന്നാൽ അതിന്റെ ക്രെഡിറ്റ് എന്ന് പറയുന്നത് വേറെ ആർക്കുമല്ല, ഒരു സ്ത്രീക്കായിരിക്കും. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഫേബാൻഡി, നമ്മൾ ആ പ്രവചനം കേട്ടപ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോ നാച്ചുറലി നമ്മൾ എന്താ ചിന്തിക്കുന്നേ? ഇത്ര സ്മാർട്ട് ഇനഫ് ആയിട്ടുള്ള ദെബോര കൂടെ പോവുകയാണ്, അങ്ങനെ വിജയം കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നത് സിസര യുദ്ധം ചെയ്യാൻ വരുന്നു, സിസര യുദ്ധകളത്തിൽ പട്ടുപോകും. അതാണ് നമ്മുടെ കാൽക്കുലേഷൻ. എപ്പോഴും വിചാരിച്ചോണം, ദൈവത്തിന്റെ പ്രവർത്തികൾ എന്ന് പറയുന്നത് നമ്മുടെ കണക്കുകൂട്ടലുകൾക്ക് അനുസരിച്ചുള്ളതല്ല. ഒരു മാനുഷിക കണക്കുകൂട്ടലുകൾക്കും പിടിച്ചു വെക്കുവാൻ കഴിയുന്ന ഒന്നല്ല ദൈവപ്രവൃത്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏത് വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും, ഏത് വിഷയങ്ങൾക്ക് വേണ്ടി നാം കാത്തിരിക്കുമ്പോഴും ഒരു കാര്യം ഉറപ്പാക്കിക്കോണം, ലീവ് ഇറ്റ് കംപ്ലീറ്റ്ലി ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഗോഡ്. ദൈവകരങ്ങളെ മൊത്തം വിട്ടുകൊടുക്കണം. ഒരു കാര്യം നാമായിട്ട് എക്സിക്യൂട്ട് ചെയ്യരുത്. ഒരു കാര്യം നാമായിട്ട് അത് ഓർക്കസ്ട്രേറ്റ് ചെയ്യരുത്. കാരണം അതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഉത്തരവാദിത്വം നമ്മുടെ ദൈവത്തിനുള്ളതാണ്. ഇവിടെ നോക്കിയേ, അവര് യുദ്ധത്തിന് കടന്നുപോയി. യുദ്ധത്തിൽ പടയൊക്കെ മുറുകി. എന്ത് സംഭവിച്ചു? സിസറ ഓടി യുദ്ധത്തിൽ നിന്നും രക്ഷപ്പെടുകയാണ്. പടക്കളത്തിൽ നിന്ന് രക്ഷപ്പെട്ട് അവൻ ഓടി കയറുന്ന ഒരു കൂടാരമുണ്ട്. ആ കൂടാരത്തിന്റെ ഉടമസ്ഥയാ
ഇന്നത്തെ നമ്മുടെ കഥാപാത്രം ആരാണ്? യായേൽ. ജായൽ, ഇംഗ്ലീഷിൽ ജായൽ, യായൽ. യായേൽ എന്ന ആ കൂടാരവാസിനിയുടെ കൂടാരത്തിലേക്ക് ഓടിക്കരയാണ്. എങ്ങനെയാണ് അവൾ? ഞാനിത് പ്രസംഗിക്കുമ്പോ ആരും എന്നെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യരുത്. നല്ല ഹോസ്പിറ്റാലിറ്റി കൊടുത്ത ഒരു വീട്ടിൽ ഒരാളെ കേട്ടിട്ട് അദ്ദേഹത്തെ കൊന്നെന്ന് അങ്ങനത്തെ നെഗറ്റീവ് ചിന്തയല്ല നമുക്കിവിടെ വേണ്ടത്. ദൈവ പദ്ധതിക്ക് വേണ്ടി ആതിഥേയത്വം കൊടുത്ത് ഒരു ദൈവജനത്തെ ഒപ്രസ് ചെയ്തുകൊണ്ടിരുന്ന ശത്രുവിനെ നിർമൂലമാക്കുന്ന ദൈവ പദ്ധതിയാണ് അവൾ ചെയ്തത്. ആമേൻ. ഒരിക്കലും ആ വേറൊരു രീതിയിലുള്ള ചിന്ത നമ്മളിലേക്ക് പോവാൻ പാടില്ല. ഇവിടെ അവൾ വളരെ സൗഹൃദപരമായിട്ട് കയറിക്കൊള്ളൂ എന്ന് പറഞ്ഞു. ദൈവജനത്തിൽ പറയുന്നത് ആ കൂടാരം യായേലിന്റെ കൂടാരമായിരുന്നു. ഇറ്റ് ബിലോങ്സ് ടു ഹെർ. അവളുടെ കൂടാരമായിരുന്നു. അവളുടെ ഹസ്ബൻഡിന്റെ പേരാണ് എന്ത്? ഹേബർ. ഹേബറിന്റെ ഭാര്യയായ യായേലോ. ഹേബർ എന്ന് പറയുന്നത് ഒരു കനാനൈറ്റ്. ഹേബർ നമുക്കറിയാം, അദ്ദേഹം അവിടെ ആ വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്. ഞാൻ ആ വാക്യം ഒന്ന് നിങ്ങൾക്ക് വേണ്ടി വായിക്കാമല്ലോ. 5-ാം അധ്യായം 24-ാം വാക്യം. കേന്യനാം ഹേബറിൻ ഭാര്യയാം യായേലോ നാരീ ജനത്തിൽ അനുഗ്രഹം ലഭിച്ചവൾ, കൂടാരവാസിനി ജനത്തിൽ അനുഗ്രഹം ലഭിച്ചവൾ. അവളെ കുറിച്ച് പറയുന്നത് നമ്മുടെ കർത്താവ്. അവളുടെ അഡ്രസ് എന്ന് പറയുന്നത് കേന്യനായ ഹേബറിന്റെ ഭാര്യയായിരുന്നു. എന്താണ് ഈ സീസറ ആ കൂടാരത്തിലേക്ക് ഓടിക്കേറുവാൻ കാരണമായതെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഹിസ്റ്ററി പറയുന്നത് ഈ കേന്യനായ ഹേബറുമായിട്ട് ഈ കനാന്യ രാജാവായ യാബീന് ഒരു ഫ്രണ്ട്ലി അലിയൻസ് ഉണ്ടായിരുന്നു. അവരുടെ മോശയുടെ അമ്മായിയപ്പന്റെ ഗോത്രത്തിൽപ്പെട്ടവരായിരുന്നു ഇവർ. അതിൽ നിന്നും മാറിയവരാണ് ഇവർ. എന്നാൽ യായേല് അവിടെ യാതൊരു വിധത്തിലുള്ള അലിയൻസും കീപ്പപ്പ് ചെയ്യുന്നില്ല. മറിച്ച് ദൈവ പ്രവൃത്തിക്ക് വേണ്ടി അവളുടെ ജീവിതത്തെ അവൾ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു റിലേഷൻഷിപ്പിലാണ്, ആ ഒരു അടുപ്പത്തിലാണ് ആര് ഇവിടേക്ക് ഓടിക്കേറുന്നത്? സിസറ ഓടിക്കേറുന്നത്. സിസറ ഓടിക്കേറി അവൾ വെള്ളം ചോദിച്ചു, പാല് കൊടുത്തു. അങ്ങനെ സുഖമായി അവിടെ കിടന്ന് ഉറങ്ങുകയാണ്. അപ്പൊ ഇതിൽ നിന്ന് അവളുടെ ചില 3 ക്വാളിറ്റി ഞാൻ വേഗം പറയാം. 3 ക്വാളിറ്റി ഉണ്ട്. പിന്നെ 5 ലെസൺസ് ഉണ്ട്. പിന്നെ വേറെ 5 ലെസൺസ് ഉണ്ട്. ഞാൻ ഓടിച്ച് പറഞ്ഞു നിർത്താം. അവളുടെ ഒന്നാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഷീ ഹാഡ് എ വെരി ഗുഡ് വിസ്ഡം. അവൾക്ക് നല്ല ദൈവികമായ ഒരു ജ്ഞാനമുണ്ടായിരുന്നു. ജായൽ ഹാഡ് ദ വിസ്ഡം ഓഫ് ഗോഡ്. വളരെ നമ്മൾ തുറന്നു പറഞ്ഞാൽ, സത്യസന്ധമായി പറഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ മാനുഷികമായ ജ്ഞാനം കൊണ്ട് നമുക്ക് ഒരു കാര്യവും നേടിയെടുക്കാൻ കഴിയില്ല. സദൃശ്യവാക്യത്തിൽ പറയുന്ന എക്സലന്റ് വുമനെ കുറിച്ച് എങ്ങനെയാ പറയുന്നത്? അവൾ ജ്ഞാനത്തോടെ വായ തുറക്കും. പൊതുവെ സഹോദരിമാരെ കുറിച്ച് ഒത്തിരി സംസാരിക്കുന്നവരാണ്. നമ്മുടെ നാട്ടുഭാഷയെ പറഞ്ഞ വായാടികളാണ് എന്നൊക്കെ പറയുന്ന ഒരു രീതിയുണ്ട്. പക്ഷെ ഇപ്പത്തെ സഹോദരിമാരൊന്നും അങ്ങനെയല്ല കേട്ടോ. കാരണം എന്താണെന്നറിയോ? ജ്ഞാനമുള്ളവരാ. ജ്ഞാനത്തോടെയാണ് നാം വായി തുറക്കുന്നത്. എല്ലാരും സംസാരിക്കുന്ന പോലെ നമ്മൾ സംസാരിക്കത്തില്ല. അസമയത്തും അനവസരത്തിലും നാം സംസാരിക്കാറില്ല. ചെയ്യരുത്. അതാണ് ജ്ഞാനമുള്ള സ്ത്രീയുടെ ലക്ഷണം. ഇവിടെ നോക്കിയേ, എല്ലാ നോർമൽ സർക്കംസ്റ്റൻസസാ. അവിടെ ഓടിക്കയറി വരും ആര്? സിസറ. നിങ്ങളൊന്ന് ചിന്തിച്ചേ. ഈ സിസറ ഓടിക്കയറി വരുമ്പോൾ ഈ യായേലിന്റെ മുഖത്ത് ഒരു എക്സ്പ്രഷൻ പോലും ഒരു വ്യത്യാസമില്ലെന്ന് മനസ്സിലായിക്കോണം. വളരെ ആതിഥേയത്വം കൊടുക്കുന്ന വിധത്തിൽ സ്നേഹത്തോടെ ആ കൂടാരത്തിനകത്തേക്ക് അവൾ കയറ്റുക. അവിടെ വളരെ വലിയൊരു ഡേഞ്ചറും ഉണ്ട്. വേറെ വല്ലവരും കണ്ടിട്ടുണ്ടെങ്കിൽ ഭർത്താവ് അവിടെ ഇല്ല, വേറൊരാളാണ് ഓടിക്കയറുന്നത്. മനസ്സിലായോ? ഭയങ്കര ഒരു ഡേഞ്ചറസ് സിറ്റുവേഷനാ. പക്ഷെ അതെല്ലാം അവൾ മറികടക്കുക. കാരണം അവൾക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ. ദൈവ പദ്ധതിക്ക് വേണ്ടി കർത്താവ് എന്നെ കണ്ടിട്ടുള്ളതാ. അതുകൊണ്ട് പുറമേയുള്ള സാഹചര്യങ്ങൾക്കല്ല ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത്. മറിച്ച് എനിക്ക് കിട്ടിയ ഈ അവസരം ജ്ഞാനത്തോടെ ഞാൻ ഉപയോഗിക്കാൻ തയ്യാറാകുകയാണ്. Amen. So she had that wisdom.
നമുക്കും ഇതുപോലെയുള്ള ഒരു ജ്ഞാനം ഉണ്ടായിരിക്കണം. ദൈവജനത്തെ തകർക്കുന്ന പൈശാചിക പോരുകളെ ബന്ധിച്ച് ശാസിച്ച് പ്രാർത്ഥിക്കുവാനുള്ള അധികാരവും ദൈവിക ജ്ഞാനവും നാം പ്രാപിച്ചെടുക്കണം. നമ്മുടെ പ്രാർത്ഥനയാണ് ദേശത്തെ വിടുവിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനയാണ് ജനങ്ങൾ വിടുവിക്കപ്പെടുന്നത്. നമ്മുടെ പ്രാർത്ഥനയാണ്, ജ്ഞാനത്തോടുള്ള ഇടപെടലുകളാണ് ദൈവജനത്തിന്റെ സമ്പത്തായി നിലനിൽക്കുന്നത്. ഇവിടെ യായേലിന് ഒന്നാമതായിട്ട് ഉണ്ടായിരുന്നത് എന്താണെന്ന് അറിയാമോ? ഷീ ഹാഡ് എ വിസ്ഡം. ദൈവിക ജ്ഞാനം ഉണ്ടായിരുന്നു. എന്നെ കേൾക്കുന്ന എൻ്റെ എല്ലാ സഹോദരിമാരോട്, ദൈവ മക്കളോട് എനിക്ക് പറയുവാനുള്ള, കർത്താവ് എല്ലാ ദിനംപ്രതിയുള്ള പ്രാർത്ഥനയും ദൈനംദിന പ്രാർത്ഥനയും നാം പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ ദൈവിക ജ്ഞാനം എന്നിലേക്ക് പകർന്നു തരണം. എന്ത് ചെയ്യണം, എന്തു പറയണം, എങ്ങനെ ജീവിക്കണം, നമ്മുടെ ഇടപാടുകൾ എങ്ങനെയായിരിക്കണം, അത് ദൈവിക ജ്ഞാനത്തിന് ബേസ്ഡ് ആയിരിക്കണം. ആമേൻ. ദൈവിക ജ്ഞാനമുള്ളവരായിരിക്കണം. യായേലിന്റെ പ്രത്യേകമായി പറയേണ്ട ഒരു ഗുണമായിരുന്നു, അവൾക്ക് ഈ ജ്ഞാനമുണ്ടായിരുന്നു. അവളോട് വെള്ളം ചോദിച്ചു, അവള് പാല് കൊടുത്തു. ഇത് എന്നെ പഠിപ്പിച്ച ഒരു ലെസൺ എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഏത് തരത്തിലുള്ള സിറ്റുവേഷൻ ഫേസ് ചെയ്താലും നാം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. പുറമേ ഉള്ള സാഹചര്യങ്ങളോ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഹ്യൂമൻ ഇന്റലക്റ്റോ നമ്മുടെ ബുദ്ധി വൈഭവമോ അതൊന്നുമല്ല അവിടെ ഉപയോഗിക്കേണ്ടത്, മറിച്ച് ദൈവിക ജ്ഞാനമാണ് നാം ഉപയോഗിക്കേണ്ടത്. ഏത് കാര്യങ്ങളുടെ മുമ്പിൽ നമ്മൾ ആയിരുന്നാലും നാം പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം, കർത്താവേ നിന്റെ ജ്ഞാനത്താൽ എന്നെ നിറയ്ക്കണമേ. ഒന്ന് വിചാരിച്ചു നോക്കിയേ, ഈ സിസര ഇത്ര ശക്തനായ മനുഷ്യൻ, അവിടെ എന്തു വേണമെങ്കിലും സംഭവിക്കാം. പക്ഷേ അവളുടെ ജീവനെ കയ്യിലെടുത്തുകൊണ്ടാണ് അവിടെ ഹോസ്പിറ്റാലിറ്റി കൊടുത്ത് അവിടെ കയറ്റി കിടത്തുന്നത്. പാല് അവൾ കൊടുക്കുകയാ. കാരണം ഷീ നോസ് ദാറ്റ്. ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല, ഒരുപക്ഷെ അവള് വിചാരിച്ച് കാണത്തില്ല അവള് തന്നെ അവനെ കൊല്ലണമെന്ന്. ഒരുപക്ഷെ അവനെ അവിടെ വൈകിപ്പിച്ച് വെയിറ്റ് ചെയ്ത് മറ്റാരേലും വരുമ്പോൾ സിസറയെ പിടിക്കാം എന്നുള്ള ഒരു ചിന്തയും അവളിൽ ഉണ്ടായിരുന്നിരിക്കാം. എന്നാൽ ദൈവം കൊടുത്ത അവസരത്തെ അവൾ വൃഥാവാക്കി കളയുവാൻ തയ്യാറായില്ല. അതാണ് അവളുടെ യഥാർത്ഥ ജ്ഞാനം എന്ന് പറയുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിൽ ഏത് തരത്തിലുള്ള അപ്രമാദമായ വിഷയങ്ങൾ കടന്നു വന്നാലും നാം ചെയ്യേണ്ടത് നമ്മുടേതായ ജ്ഞാനമോ നമ്മുടേതായ ബുദ്ധി വൈഭവമോ അല്ല അവിടെ ഉപയോഗിക്കേണ്ടത്, മറിച്ച് ദൈവിക ജ്ഞാനത്തിനായിട്ടും ദൈവിക ജ്ഞാനത്തോടെയുള്ള ഇടപെടലുകൾക്കായിട്ടും നാം തയ്യാറാകണം. നമ്പർ 2, രണ്ടാമത്തെ അവളുടെ ക്വാളിറ്റി നോക്കിയേ, ബോൾഡ്നെസ് ആണ്. ഭയങ്കര ധൈര്യമാ. അല്ലെ, ധൈര്യമില്ല ഒരു വ്യക്തി ഇതേപോലെ കയറ്റിക്കടുത്ത് ഒന്ന് വിചാരിച്ചു നോക്കി, ആ കൂടാരത്തിൽ ഇത്ര ബലവാനായ ഒരു മനുഷ്യൻ, യുദ്ധത്തെ വളരെ കൂളായിട്ട് നേരിടുന്ന ഒരു മനുഷ്യൻ കയറ്റി കിടത്തുകയാണ്. ഇതിൽ നാം മനസ്സിലാക്കേണ്ടത് എന്നാന്ന് ചോദിച്ചാൽ, ദൈവ പൈതങ്ങളായ നമ്മളിലും ഇതുപോലുള്ള ഒരു ബോൾഡ്നെസ് ഉണ്ടായിരിക്കണം. എങ്ങനെയാണ് ഈ ബോൾഡ്നെസ് നമ്മളിലേക്ക് വരുന്നതെന്നറിയാമോ? നമ്മളിൽ എപ്പോഴാണോ ഒരു റിയലൈസേഷൻ വരുന്നത്, അവരിലുള്ളവരെക്കാൾ ലോകത്തിലുള്ളവനേക്കാൾ വലിയ ഒരുവൻ എൻ്റെ ഉള്ളിലുണ്ടെന്ന് എപ്പോൾ നമുക്കൊരു തിരിച്ചറിവുണ്ടോ, അവിടെ ഈ ബോൾഡ്നെസ് വരിക ചെയ്യുന്നത്. ഏത് ദൈവിക പ്രവൃത്തിക്ക് വേണ്ടി ദൈവം നിങ്ങളെ വിളിച്ചാക്കിയിട്ടുണ്ടോ അവിടെ എല്ലാം നാം ധൈര്യത്തോടെ നിൽക്കുവാൻ കഴിയുന്നത്, നമ്മളിൽ ഉണ്ടാകുന്ന ധൈര്യം എന്ന് പറയുന്നത് അത് ദൈവത്തിൽ നിന്ന് കടന്നു വരുന്നതും നമ്മുടെ ഹൃദയത്തിന്റെ ദൈവത്തിലുള്ള ഉറപ്പുമാണ്. നമ്പർ 3, ഗോഡ്സ് വേ, ദൈവത്തിന്റെ വഴി. ദൈവത്തിന്റെ വഴിയിൽ അവൾ ആശ്രയിച്ചു. ഒന്നാമത് അവൾക്ക് നല്ല വിസ്ഡം ഉണ്ടായിരുന്നു, നല്ല ജ്ഞാനമുണ്ടായിരുന്നു. രണ്ടാമത് ഷീ ഹാഡ് ബോൾഡ്നെസ്, വളരെ ദൈവത്തിലുള്ള ഒരു ധൈര്യം, അഗാധമായ ദൈവത്തിലുള്ള. എപ്പോഴാണ് നമുക്ക് ധൈര്യം ഉണ്ടാകുന്നത്? അഗാധമായ ആശ്രയത്വം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ധൈര്യം ഉണ്ടാകുന്നത്. നമുക്കൊരു വ്യക്തിയെ ട്രസ്റ്റ് ചെയ്യാം എന്നുള്ള ഒരു ധൈര്യം, എന്നുള്ള ആ ഒരു ആശ്രയത്വമാണ് നമ്മൾ ധൈര്യം ഉണ്ടാക്കുന്നത്. നമ്പർ 3, ഗോഡ്സ് വേ, ദൈവത്തിന്റെ വഴി. ഗോഡ് വിൽ ഡു തിങ്സ് ഇൻ ഹിസ് വേ. അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. കർത്താവിനൊരു സമയം, അത് ഞാൻ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ് മറ്റുള്ള ലെസൺസിൽ. സോ ദൈവത്തിന് ദൈവത്തിൻ്റെതായ
ഒരു വഴികളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ദെബോരയോടും ബാരാക്കിനോടും പറഞ്ഞു സിസറയുടെ മേലെ നിങ്ങൾക്ക് ജയം തരുമെന്ന് പറഞ്ഞപ്പോ അവര് വിചാരിച്ചത് ബാറ്റിൽ ഫീൽഡില് യുദ്ധക്കളത്തിൽ സിസറ പിടഞ്ഞ് മരിക്കുമെന്നാണ്. അവരങ്ങനെയാ ചിന്തിച്ചത്. എന്നാൽ ഇതിലെല്ലാം ശക്തമായ ഒരു കാര്യമായിരുന്നു എന്താണ് ഇതിനകത്ത് നടന്നത്. എന്താ? ദൈവം യായേലിനെ ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി ഒരു ഉപകരണമായി ഉപയോഗിക്കാനിടയായി. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ഒരിക്കലും വിചാരിക്കരുത് ദൈവ പ്രവൃത്തിക്ക് വേണ്ടി എന്റെ ലിമിറ്റേഷൻസ്, എന്റെ പരിമിതികള്, എന്റെ ഒന്നുമില്ലായ്മകള്, എന്റെ കഴിവില്ലായ്മകള് എന്ന് പറഞ്ഞ് മാറിയിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നത്. അതാണ് ഇന്ന് യായേലിലൂടെ നമ്മൾ പഠിക്കേണ്ട ഏറ്റവും വലിയ ആത്മീയ പാഠം എന്ന് പറയുന്നത്. നമ്മുടെ ലിമിറ്റേഷൻസോ നമ്മുടേതായ പരിമിതികൾ ഒന്നും ദൈവപ്രവൃത്തിക്ക് ഒരു തടസ്സമല്ല. പക്ഷെ എന്താണ് അവിടെ വേണ്ടത്? നമ്മുടെ അവൈലബിലിറ്റിയാണ് അവിടെ വേണ്ടത്, നമ്മുടെ ലഭ്യതയാണ് അവിടെ വേണ്ടത്. ദൈവസനെ നമ്മുടെ ലഭ്യത നാം തുറന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ, ദൈവം അത് മനസ്സിലാക്കുമ്പോൾ നിങ്ങളെയും എന്നെയും കർത്താവിന് വേണ്ടി ഒരു ഉപകരണമായി ഉപയോഗിക്കാൻ ദൈവം തയ്യാറാകും. അപ്പൊ 3 കാര്യങ്ങൾ പെട്ടെന്ന് ഞാൻ പറഞ്ഞു യായേലിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. അതാണ് ഒന്ന്, ഷീ ഹാഡ് വിസ്ഡം, ഷീ ഹാഡ് ബോൾഡ്നെസ് ആൻഡ് ഷീ അക്സെപ്റ്റഡ് ഗോഡ്സ് വേ. ദൈവം ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ദൈവത്തിന്റെ നിലയിൽ അത് ചെയ്യും. അതുകൊണ്ടല്ലേ നമ്മുടെ യേശു കർത്താവിന് ജന്മം കൊടുക്കുവാൻ വേണ്ടി തെരഞ്ഞെടുത്ത അനുഗ്രഹിക്കപ്പെട്ട മറിയ എന്ന സഹോദരിയെ മാത്രമാണ് നീ ഭാഗ്യവതി, ബ്ലെസ്ഡ് ഇസ് ദ വുമൻ, ബ്ലെസ്ഡ് ആർ യു എമംഗ് വുമൺ എന്ന് പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഇവിടെ യായേലിനെ കുറിച്ച് പറഞ്ഞതുണ്ടോ? ഹേബറിന്റെ കേന്യനാം ഹേബറിന്റെ ഭാര്യ യായേലോ അവൾ ഭാഗ്യവതി, അവൾ അനുഗ്രഹിക്കപ്പെട്ടവളെന്ന്. എങ്ങനെയാ ആ ടൈറ്റിൽ കിട്ടിയെന്നറിയാമോ? കർത്താവിന്റെ പ്രവൃത്തിക്ക് വേണ്ടി അവളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചത് കൊണ്ടാ അവളുടെ ജീവിതത്തിൽ ആ ടൈറ്റിൽ ലഭിക്കാനിടയായത്. ഇനി നമുക്ക് ചില 5 പവർഫുൾ ലെസൺസ് ഈ അൺയൂഷ്വൽ സ്റ്റോറി ഓഫ് യായേലിൽ നിന്ന് നമുക്ക് പഠിക്കാം. നമ്പർ 1, ഒന്നാമത്തെ ലെസൺ എന്ന് പറയുന്നത് ആക്ട് ഓൺ ദ ഓപ്പർച്യൂണിറ്റീസ് ഗോഡ് പുട്സ് ഇൻ ഫ്രണ്ട് ഓഫ് യു. ദൈവം നമ്മുടെ മുൻപിൽ തരുന്ന അവസരങ്ങളെ, ദൈവം നമ്മുടെ മുമ്പിൽ തരുന്ന അവസരങ്ങളിൽ നാം പ്രവർത്തിക്കുവാൻ, അതിനോട് നമ്മൾ പ്രതികരിക്കുവാൻ തയ്യാറാകണം. മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടോ? എല്ലാവരും എന്റെ കൂടെ ഉണ്ടോ? കേൾക്കുന്നുണ്ടല്ലോ. നമ്പർ 1, act on the opportunities God puts in front of you. നമ്മുടെ മുമ്പിൽ ദൈവം ഇട്ട് തരുന്ന ആ അവസരങ്ങളോട് നാം പ്രതികരിക്കുന്നവരായി മാറണം, അതിൽ പ്രവർത്തിക്കുവാൻ നാം തയ്യാറായി മാറണം. ഇവിടെ നോക്കിയേ, പെട്ടെന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ യായേലിന്റെ പ്രവൃത്തിയിൽ നമുക്ക് അത്ര സെൻസിബിൾ ആയിട്ട് തോന്നത്തില്ല. വളരെ കരാളമായ, വളരെ ഭയങ്കരമായ ഒരു പ്രവൃത്തിയാ. ഇറ്റ് ഈസ് നത്തിങ് അതർ ദാൻ മർഡർ, അല്ലയോ? കൊലപാതകം അവള് ചെയ്തത്. പക്ഷെങ്കിൽ അത് ദൈവം നിശ്ചയിച്ചിരുന്നതായിരുന്നു. ദൈവജനത്തിനെതിരെ, ദൈവ പദ്ധതിക്കെതിരെ നിന്ന ശത്രുവിന്റെ നിഗ്രഹണമാണ് അവിടെ നടന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നോക്ക്, യായേൽ ഞാൻ ആ പറഞ്ഞതുപോലെ ഒരുപക്ഷെ അവള് സിസറയെ കൊല്ലണമെന്ന് ഇന്റന്റ് ചെയ്തിട്ടുണ്ടായിരുന്നിരിക്കില്ല. ഷീ വാണ്ടഡ് ഹിം ടു ബി ഡിലേഡ് ഓവർ ദേർ. അപ്പൊ ആ സമയത്ത് ആരെങ്കിലും ചിലപ്പോൾ ഓടി വരുമായിരിക്കും, അവരുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം എന്നുള്ളതാണ്. പക്ഷെ കർത്താവ് അങ്ങനെയല്ല ചിന്തിച്ചത്. ദൈവം വിചാരിച്ചു, യായേലേ, നീ ഒരു ബലഹീന പാത്രമാണെങ്കിലും ഈ ദൈവ പദ്ധതിയുടെ ക്ലൈമാക്സ് ചെയ്യുവാൻ ദൈവം നിന്നെ കണ്ടിരിക്കുക. കേട്ടോ ഫേമാൻഡി? നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല പ്രിയ സഹോദരിമാരെ. ചിലര് വിചാരിക്കും എന്നെ കൊണ്ട് ഒന്നും ചെയ്തെടുക്കാൻ പറ്റത്തില്ല, എനിക്ക് അതിനുള്ള കഴിവില്ല, കുടുംബ പശ്ചാത്തലമില്ല, ഞാൻ പാസ്റ്ററിന്റെ ഭാര്യയല്ല, ബൈബിൾ കോളേജ് ടീച്ചറല്ല, പ്രസംഗിക്കുന്ന പ്രാസംഗികയല്ല. ഈ ടൈറ്റിലുകൾ ഒന്നുമല്ല ദൈവം നോക്കുന്നത്. ബലഹീനരെയും അബലരെയും കർത്താവിന്റെ ദൈവ പ്രവർത്തിക്ക് വേണ്ടി ദൈവം കണ്ടിരിക്കുക. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ചില സഹോദരിമാരെ ദൈവം ഇന്ന് അതിനായി വേർതിരിക്കുക ചെയ്യുന്നത്. അതിന് വേണ്ടത് ദൈവത്തിന്റെ ലഭ്യതയാ.
ദൈവത്തിന് നാം കൊടുക്കുവാൻ, അവൈലബിൾ ആയിട്ട് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ നാം തയ്യാറാകണം. ഇവിടെ യായേലിനെ നോക്കിക്കേ, അവൾക്ക് മനസ്സിലായി ഈ അവസരം എന്നിൽ നിന്ന് തെന്നിപ്പോയാൽ ദൈവപ്രവൃത്തി അവിടെ നടക്കത്തില്ല. അതുകൊണ്ട് തന്നെ അവൾ തീരുമാനിച്ചു, നോ മോർ വെയിറ്റിംഗ്, ഷീ ഡിഡ് ഇറ്റ്. അവൾ അത് ചെയ്തു. മനസ്സിലായോ? കർത്താവ് നിർണയിച്ചതായിരുന്നു. ഞാൻ നിർണയിച്ചതിനെ ആർ തടുക്കും? ആമേൻ. ഞാൻ നിർണയിച്ചതിനെ ആർ തടുക്കും? ആർക്കും കഴിയുകയില്ല. ആരെ കൊണ്ട് എന്ത് ചെയ്യിക്കണമെന്ന് ദൈവം നിർണയിച്ചിട്ടുണ്ടോ അത് ചെയ്തിരിക്കും. പിന്നെ ഞാൻ ആവർത്തിച്ചു പറയട്ടെ, ചിലരെ ദൈവിക നിയോഗങ്ങളോടെ കർത്താവ് കണ്ടിട്ടുണ്ട്. അതിനുവേണ്ടി നാം തയ്യാറാകണം, സമർപ്പിക്കണം. നമ്മുടെ ലിമിറ്റേഷൻസ് അതിന് ബാരിയറാകാൻ പാടില്ല. ആ അതിർവരമ്പുകളെ മാറ്റുവാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകണം. She just used her. She acted on the opportunities that came in front of her. ഇന്ന് ദൈവാത്മാവ് ശക്തമായി നമ്മളോട് പറയുകയാണ്, നിങ്ങളായിരിക്കുന്ന സാഹചര്യം എനിക്കറിയില്ല, പക്ഷെ കർത്താവ് അറിയുന്നു. ഡിലേ ആവരുത്, ദൈവപ്രവൃത്തിയെ താമസിപ്പിച്ച് കളയരുത്. നമ്മുടെ ലഭ്യതയില്ലായ്മ കൊണ്ട് ദൈവപ്രവൃത്തി നടക്കാതിരിക്കരുത്. ദൈവസനെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവ് കണ്ടിരിക്കുകയാണ്, കർത്താവ് നിങ്ങളെ അപ്പോയിന്റ് ചെയ്തിരിക്കുക. ദൈവം ഏൽപ്പിക്കുന്ന പ്രവൃത്തി അത് നിങ്ങളിലൂടെ നടക്കണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുക. അതിനായി സമർപ്പിച്ചു കൊടുക്കുവാൻ ദൈവാത്മാവ് നമ്മളെ ഉത്ബോധിപ്പിക്കുക. ഹോളി സ്പിരിറ്റ് നമ്മളോട് ചില കാര്യങ്ങൾ ചെയ്യാനായി നമ്മളെ പ്രോംപ്റ്റ് ചെയ്യും, നമ്മളെ ഉദ്ബോധിപ്പിക്കും, നമ്മളെ പ്രബോധിപ്പിച്ചുകൊണ്ടിരിക്കും, നമ്മളോട് ആവർത്തിച്ച് നമ്മളോട് ഇടപെട്ടുകൊണ്ടിരിക്കും. പലപ്പോഴും നാം ചെയ്യുന്നത് നമ്മളിങ്ങനെ ഒരു സൈഡ് ട്രാക്കിലേക്ക് മാറുക, കാണാത്തതുപോലെ നാം മാറുക. ഇല്ല, അത് പാടില്ല. ദൈവാത്മാവ് എന്തെങ്കിലും വ്യക്തമായി പറയുമ്പോൾ അതിന് കീഴ്പ്പെട്ട് ആ ദൈവപ്രവൃത്തിക്ക് ഞാൻ ഇതാ കർത്താവേ, ആ ഉപകരണമായി മാറുവാൻ ഞാൻ തയ്യാറാ. ആ പ്രവൃത്തിയുടെ സ്വഭാവം എന്ത് തന്നെ ആയിരുന്നാലും, ആ പ്രവൃത്തിയുടെ രീതി എന്ത് തന്നെ ആയിരുന്നാലും എനിക്ക് വിഷയമല്ല. അത് ദൈവം എന്നിലൂടെ ചെയ്തെടുക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അപ്പാ ഞാൻ ഏൽപ്പിക്കുന്നു അപ്പച്ച എന്ന് പറയുവാൻ എത്ര പേര് തയ്യാറാകും? അതാണ് ദൈവാത്മാവ് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ യായേൽ അതാ ചെയ്തത്. നമ്പർ 2, യൂസ് ദ ടൂൾസ് യു ഹാവ് ബീൻ ഗിവൻ. യൂസ് ദ ടൂൾസ് യു ഹാവ് ബീൻ ഗിവൻ. ദൈവം നമ്മളിൽ തന്നിരിക്കുന്ന ഉപകരണങ്ങളെ കർത്താവിന്റെ പ്രവൃത്തിക്ക് വേണ്ടി ഉപയോഗിക്കാൻ തയ്യാറാകണം. ഒന്ന് വിചാരിച്ചേ, ഇവിടെ കൂടാരവാസിയായ നമ്മുടെ യായേലിന് വേറൊന്നും വലിയ പരിചയമില്ല കേട്ടോ. എയർബസ് ടിക്കറ്റ് ഒന്നും ബുക്ക് ചെയ്ത് അറിയത്തില്ല, ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തൊന്നും അവർക്ക് അറിയത്തില്ല, ടെക്നോളജി ഒന്നും അവർക്ക് അറിയത്തില്ല. അവർക്ക് ആകെ അറിയാവുന്ന കൂടാരം അടിക്കാൻ അറിയാമേ. ബിക്കോസ് കൂടാരവാസിനിയ, ഒരിടത്തുനിന്ന് മാറി ഒരിടത്തോട്ട് കൂടാരം അടിക്കാൻ അറിയാം. കൂടാരം അടിക്കാൻ വലിയ കാര്യങ്ങളൊന്നും വേണ്ടല്ലോ, 2 ഉപകരണം മതി, 2 വെപ്പൺ മതി. എന്താ വേണ്ടത്? കുറ്റിയും വേണം, ചുറ്റികയും വേണം. അത് അവളുടെ കയ്യിൽ എപ്പോഴും ഉണ്ട്. മനസ്സിലാകുന്നുണ്ടോ? അത് അവൾ യൂസ്ഡ് വിത്ത്. നമുക്ക് വേണ്ട ഉപകരണം എന്തൊക്കെയാ? ആരാധനയും പ്രാർത്ഥനയും ദൈവവചനവും അഭിഷേകവും അധികാരവും, ഇതൊക്കെയാ നമ്മുടെ ഉപകരണം എന്ന് പറയുന്നത്. അതിന്റെ ഷാർപ്നെസ് എവിടെയെങ്കിലും കുറഞ്ഞു പോയിട്ടുണ്ടെന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ടെങ്കിൽ ലെറ്റ് ഇറ്റ് ബി ഷാർപ്പൻ ടുഡേ. അത് മൂർച്ചയുള്ളതാക്കി തീർക്കണം. ഇന്നാണ് ഞാൻ വേദോസം വായിച്ചുകൊണ്ടിരുന്നത്. പെട്ടെന്നൊരു വാക്യം എന്റെ സഭാപ്രസംഗിയിലാണെന്ന് തോന്നുന്നു. വാളിന് മൂർച്ച കൂട്ടാതിരുന്നാൽ, അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന വായ്ത്തലയ്ക്ക് മൂർച്ച കൂട്ടാതിരുന്നാൽ ഉപയോഗിക്കുന്നവൻ കൂടുതൽ ശക്തി പ്രയോഗിക്കേണ്ടി വരും. അപ്പൊ നമ്മളങ്ങ് അഭിഷേകത്തിൽ നിറഞ്ഞ ദൈനംദിനമായ അഭിഷേകത്തിലും ദൈവകൃപയിലും വർദ്ധിച്ച് തുളുമ്പി നിൽക്കുന്നവർക്ക് അധികം ശക്തിയുടെ ആവശ്യമില്ല. അഭിഷേകമുള്ളവരുടെ ഒരു നോട്ടം മതി, ശത്രു ഓടിപ്പോകാൻ തയ്യാറാകും. ആമേൻ. ഇവിടെ യായേലിനാകെ 2 ഉപകരണേ അറിയത്തുള്ളൂ. ദൈവപ്രവൃത്തിക്ക് വേണ്ടി കർത്താവ് എന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉപകരണം ഇത് 2 ആണ്. ഞാൻ ഇത് 2 അങ്ങ് ഉപയോഗിച്ചു. പക്ഷെങ്കിൽ ഇത് ഉപയോഗിക്കാൻ അവർക്ക് നല്ല ഒന്നാം തരമായിട്ട് അറിയാമായിരുന്നു.
പെർഫെക്റ്റ്ലി ഷീ യൂസ്ഡ്. എവിടെ വെച്ചാ? ചെന്നി വെച്ചു. പല അടി അടിച്ചെന്ന് എനിക്ക് തോന്നുന്നില്ല. ഷീ വാസ് എ പെർഫെക്റ്റ് പേഴ്സൺ. അവൾ അത് വെച്ച് കുറ്റി അടിച്ചു. അത് നിലത്ത് ചെന്ന് തറച്ചെന്ന പറയുന്നത്. മനസ്സിലായോ? ഇതിനകത്തൊക്കെ ഭയങ്കര ആത്മീയ സത്യങ്ങളുണ്ട് പ്രിയരെ. നമ്മൾ അതിനെ വേറെ രീതിയിലല്ല അതിനെ കാണേണ്ടത്. ഇത് ആത്മീയ നിലവാരത്തിൽ ഒരു ശത്രുവിന്, അതാണ് കൊലോസ്യ ലേഖനത്തിൽ ഒക്കെ നാം വായിക്കുന്നു. യേശു കർത്താവ് ശത്രുവിന്റെ തലയെ തകർത്തവനെ പരസ്യ കാഴ്ചയാക്കി ക്രൂശിൽ ഏൽപ്പിച്ചു, ആണയിൽ തറച്ചു കളഞ്ഞു എന്നുള്ളതാണ്. പലപ്പോഴും പാപത്തിന്റെ അവസ്ഥകൾ പറയുമ്പോൾ പാപം നമ്മളെ വിട്ടുപോകും, നാം പാപം ഉരിഞ്ഞു കളഞ്ഞു എന്ന് പറയും. എന്നാൽ അത് മാത്രം പോരാ. അങ്ങനെ പോകുന്ന പാപത്തിന് തിരികെ വരുവാൻ ഒരു സ്വാധീനത ശക്തിയുണ്ട്. അതുകൊണ്ട് തന്നെ നാം എന്ത് ചെയ്യണം? അതിനെ തറച്ചു കളയുവാൻ യായേൽ ചെയ്തതുപോലെ, സിസറ എന്ന പാപത്തെ തറച്ചു കളഞ്ഞതുപോലെ, പിന്നീട് ഒരു ഉയർപ്പില്ലാത്തതുപോലെ അതിനെ തറച്ചു കളയുവാൻ നാം തയ്യാറാകണം. ഷീ യൂസ്ഡ് ഹെർ റിസോഴ്സസ്. അവക്ക് അവളുടെ കയ്യിലുണ്ടായിരുന്ന റിസോഴ്സസ് ഇതാണ്, ലഭ്യമായ ഉപകരണങ്ങൾ ഇതാണ്. she did not waste her time. ഒരു മൊമെന്റ് പോലും അയ്യോ എന്റെ കയ്യിൽ ഒരു വാളുണ്ടായിരുന്നേ കൊള്ളായിരുന്നു, അയ്യോ എന്റെ കയ്യിൽ വേറെ എന്തെങ്കിലും ഉണ്ടായിരുന്നേ കൊള്ളായിരുന്നു, ചിന്തിച്ചില്ല. എന്റെ കയ്യിലുള്ളത് ദൈവം എന്നെ ഏൽപ്പിച്ചതാ. ഇത് തന്നെ ഉപയോഗിക്കാനാ കർത്താവ് എന്നെ കണ്ടിരിക്കുന്നത്. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉപകരണം ഞാൻ വ്യക്തമായിട്ട് ഉപയോഗിക്കും. ഐ വിൽ ഡു ഇറ്റ്. ഫിനിഷ്. I'll finish it. ദൈവ പ്രവർത്തിയെ ഞാൻ ഫിനിഷ് ചെയ്യും. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളുടെ ഓരോരുത്തരും കയ്യിൽ ഏൽപ്പിച്ച് തന്നിരിക്കുന്ന ഉപകരണങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഒന്ന് നോക്കണേ. അതിന്റെ ഷാർപ്നെസ് കുറഞ്ഞു പോയിട്ടുണ്ടോ? അതിന്റെ വായ്ത്തലയുടെ മൂർച്ച കുറഞ്ഞു പോയിട്ടുണ്ടോ? പണ്ടുണ്ടായിരുന്ന വിശ്വാസത്തിന്റെ തീവ്രത കുറഞ്ഞു പോയിട്ടുണ്ടോ? പ്രാർത്ഥനയുടെ സമയം കുറഞ്ഞു പോയിട്ടുണ്ടോ? വചനധ്യാനത്തിന്റെ സമയം കുറഞ്ഞു പോയിട്ടുണ്ടോ? ആത്മാവിൽ അഭിഷേകത്തിൽ അന്യഭാഷയിൽ പാടി ആരാധിക്കുന്നതിന്റെ സമയം കുറഞ്ഞു പോയിട്ടുണ്ടോ? കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ ഉപകരണങ്ങളെ ഒന്ന് തേച്ചു മിനുക്കുന്ന പൽക്കാലമായി മാറട്ടെ. ആമേൻ. ദൈവ പ്രവൃത്തിക്കായി ആ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ നാം തയ്യാറാക്കണം. നമ്പർ 3, some things are more important than following rules. ചില കാര്യങ്ങള് നമ്മള് നിയമവും ചട്ടങ്ങളും ഒക്കെ പാലിക്കുന്നതിനേക്കാൾ ഇമ്പോർട്ടന്റ്. കാരണം ദൈവപ്രവൃത്തിയുടെ മുമ്പിൽ ഒരു നിയമവും ചട്ടവും വരത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, മർഡർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു വീട്ടില് ആതിഥേയത്വം നൽകി ഒരാളെ കയറി കൊല്ലുക എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് നോട്ട് എ നോം. കറക്റ്റ് അല്ലത്. പക്ഷെങ്കിൽ ഇതിന് വേറൊരു ഭാഷ്യമാ ഉള്ളത്. ഇത് ദൈവപ്രവൃത്തിക്ക് വേണ്ടി ദൈവം അവിടെ ഓടിച്ചു കയറ്റിയതാ. ദൈവം കണ്ടിരുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് അതിനെ ചതിയെന്നോ വിശ്വാസപാതകമെന്നോ ഒന്നും പറയാൻ പറ്റത്തില്ല. എനിക്കിത് പ്രൂവ് ചെയ്യാൻ പറ്റും. കാരണം എന്തെന്ന് ചോദിച്ചാൽ, എന്റെ യേശു കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ എല്ലാ നിയമങ്ങളെക്കാളും വ്യത്യസ്തമായി ചില മറ്റുള്ള കാര്യങ്ങളാണ് അവന് പ്രാധാന്യം കൊടുത്തത്. ഡോണ്ട് ഗെറ്റ് മീ റോങ്. എന്നെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നോക്കിയേ, റിലീജിയസ് റൂളേഴ്സിനോട് പറഞ്ഞു, ജനങ്ങളുടെ മേല് ഇതുപോലുള്ള ചട്ടങ്ങളും പ്രമാണങ്ങളും എല്ലാം കൊടുത്ത് അവരെ ബേർഡൻ ചെയ്യരുത്. നമ്മുടെ അകത്ത് നിന്ന് വരുന്നതാ കൂടുതല് ദോഷമായിട്ടുള്ളത്, പുറത്തുള്ള ശുദ്ധി അല്ലെന്ന് പറഞ്ഞു. അങ്ങനെ എത്ര ഇൻസ്റ്റൻസസില് യേശു കർത്താവ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. സം തിങ്സ് ആർ മോർ ഇമ്പോർട്ടന്റ് ദാൻ ഫോളോയിങ് റൂൾസ്. നമുക്കൊത്തിരി പാരമ്പര്യങ്ങളാ, നമുക്കൊത്തിരി അങ്ങനെയുള്ള കാര്യങ്ങൾ, അതിനെ വലിയ നമ്മൾ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുക. അങ്ങനെയല്ല. അതിനേക്കാളും ഇമ്പോർട്ടന്റ് ദൈവപ്രവർത്തിക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നു. അപ്പൊ റൂളും ചട്ടങ്ങളും നോക്കിയിരിക്കുന്നവരായിട്ടല്ല, മറിച്ച് പ്രാധാന്യമായി പരിശുദ്ധാത്മാവ് എന്തു പറയുന്നു അതിനെ ഉൾക്കൊള്ളുന്നവരായി നാം മാറണം. നമ്പർ 4, 4ാമത്തെ ലെസൺ, our highest motive should be honoring God. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതായിരിക്കണം, ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതായിരിക്കണം നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും പ്രധാനമായ ലക്ഷ്യം എന്നുള്ളത്. ഇവിടെ നോക്കിയേ, യായേൽ ഒരിക്കലും സിസറയോടൊരു വ്യക്തിപരമായ വൈരാഗ്യോ ദേഷ്യം ഉണ്ടായിട്ട് കൊന്നൊന്നുമല്ല. പക്ഷെങ്കിൽ യായേലിന് തന്റെ ജനത്തെ കുറിച്ച് ഒരു ചിന്തയുണ്ടായിരുന്നു. ദൈവജനത്തെയും
ദൈവത്തെയും ദൈവജനത്തെയും കുറിച്ചുള്ള ചിന്ത. കനാനൈറ്റ്സ് പിന്നെ ആയിട്ട് സമാധാനമുള്ളവരായിരുന്നു. പക്ഷെങ്കിൽ ഇവിടെ അതൊന്നും അവൾക്ക് പ്രാധാന്യമായിരുന്നില്ല. അവളുടെ ഭർത്താവ് സീസറയുമായിട്ടുള്ള അലിയൻസ് അത് അവൾക്ക് കാര്യമായിരുന്നില്ല. കാരണം അവൾക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, ദൈവത്തിന്റെ നാമം മഹത്വപ്പെടണം, ദൈവപ്രവൃത്തി നടക്കണം. ഞാനൊരു കാര്യം പറയട്ടെ, പലപ്പോഴും ചില ആത്മീയമായ സ്റ്റെപ്പുകൾ നമുക്ക് എടുക്കുവാൻ തടസ്സമായി ചില ബന്ധങ്ങളുണ്ട്, ചില അടുപ്പങ്ങളുണ്ട്, ചില കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബന്ധുക്കോസ് ലോകത്തിൽ പല വിധത്തിലുള്ള പക്ഷങ്ങൾ നമുക്ക് കാണാം. കാരണം അവിടെയൊക്കെ മനുഷ്യനെ പ്രസാദിപ്പിക്കുവാനുള്ള ത്വരയാണ് അവിടെ ഉള്ളത്. ദൈവപ്രസാദമല്ല പ്രാധാന്യം. പക്ഷെ ഇന്ന് ദൈവാത്മാവ് നമ്മളോട് പറയുന്നത്, ദൈവപ്രവൃത്തി ചെയ്യുന്ന ഒരു ദൈവവൈതലേ, പ്രിയ സഹോദരിമാരെ, 100 പേര് നമ്മുടെ കൂടെ ഇല്ലെങ്കിലും കർത്താവ് പ്രസാദമുള്ളവനായി നമ്മോട് കൂടി ഉണ്ടെങ്കിൽ അത് മതി എന്ന് വെക്കുവാനുള്ള ധൈര്യം, ആർജവത്വം വിശ്വാസികളായി നമുക്ക് ഉണ്ടായിരിക്കണം. ഇവിടെ നോക്കിയേ, യായേലിനൊന്നും ഒരു ബാരിയർ ആയിരുന്നില്ല, ഒരു ബാരിയർ ആയിരുന്നില്ല. എവറിത്തിങ് വി ഷുഡ് ഡു ഫോർ ദ സേക്ക് ഓഫ് ഓണറിങ് ആൻഡ് ബ്രിങ്ങിങ് ഗ്ലോറി ടു ഗാഡ്. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 10:3 പറയുന്നത്, നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും സകലവും ദൈവനാമ മഹത്വത്തിനു വേണ്ടി ചെയ്യുവേൻ. 5ാമത്തെ ലെസൺ ഞാൻ പറയട്ടെ, നമ്പർ 5. ഞാൻ ഒത്തിരി ഫാസ്റ്റ് ആണോ? മനസ്സിലാവുന്നുണ്ടോ? നമ്പർ 5, Jael story is a metaphor for how we should fight our spiritual battles. നമ്മുടെ ആത്മീയ യുദ്ധങ്ങൾ എങ്ങനെ നാം ചെയ്യണമെന്ന് നമുക്ക് കാണിച്ചു തരുന്ന ഒരു സാദൃശ്യമാണ്, ഒരു ഉപമയാണ് യായേലിന്റെ സ്റ്റോറി എന്ന് പറയുന്നത്. നമുക്കറിയാലോ, നാം വായിക്കും എഫേസ്യ ലേഖനം 6:12 നാം ഇങ്ങനെ വായിക്കുന്നു, നമുക്ക് പോരാട്ടമുള്ളതോ ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും, ഈ ലോകത്തിന്റെ അധികാരങ്ങളോടും അത്രേ. The biggest battle we will fight is against sin. പാപമാണ് പാപത്തോടാണ് നാം ഏറ്റവും വലിയ ബാറ്റിൽ ചെയ്യേണ്ടത്, യുദ്ധം ചെയ്യേണ്ടത്. ചാൾസ് സ്പർജൻ എന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രസംഗകരുടെ പ്രഭു എന്നറിയപ്പെടുന്ന ചാൾസ് സ്പർജൻ ഒരിക്കൽ ഈ സിസറയെ സിന്നിനോട് ഉപമിച്ചു. സിസറ എന്ന വ്യക്തിയെ പാപത്തോട് ഉപമിച്ചു. എന്നിട്ട് അവൻ ഇങ്ങനെ പറഞ്ഞു, നാം എപ്പോഴും വിചാരിക്കും പാപം നമ്മളിൽ നിന്ന് ഓടിപ്പോയി, അകന്നുപോയി എന്ന് നാം വിചാരിക്കാറുണ്ട്. എന്നാൽ അത് പിന്നെയും നമ്മളെ പെർസ്യൂ ചെയ്യാൻ, പിന്തുടരുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? നാം പാപത്തെ ഈ ഗ്രൗണ്ടിനോട് ആണിവെച്ച് തറയ്ക്കുവാൻ, ഒരു തിരിച്ചു മടക്കമില്ലാത്തതുപോലെ അതിനെ തറച്ചു കളയുവാൻ നാം തയ്യാറാകണമെന്ന്. The only one who can help us to do that is the assistance of the Holy Spirit. എപ്പോഴും നമുക്ക് ദൈവാത്മാവിനോട് പ്രാർത്ഥിച്ച് ആ ദൈവാത്മാവിന് മാത്രമേ നമ്മെ സഹായിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പൊ നമ്മുടെ ആത്മീയ പോരാട്ടം നാം എങ്ങനെ ആയിരിക്കണമെന്ന് ദൈവാത്മാവ് നമ്മളെ പഠിപ്പിക്കുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, 2 വാക്കിൽ എനിക്ക് പറയുവാൻ കഴിയും ഈ യായേലിന്റെ സ്റ്റോറിയിൽ നിന്നും. Prioritize God. ദൈവത്തിന് മുൻഗണന. നമ്മൾ എന്ത് ചെയ്താലും, ഏത് ദൈവപ്രവൃത്തിയിൽ ഏർപ്പെട്ടാലും നമ്മുടെ ഒരേ ഒരു മോട്ടീവ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ മുൻഗണനയായിരിക്കും. ഫസ്റ്റ് പ്രിഫറൻസ് ഈസ് ഗാഡ്. ദൈവമായിരിക്കണം നമ്മുടെ മുൻഗണന. മറ്റാരും അവിടെ വരരുത്, നാം അവിടെ വരരുത്, നമ്മുടെ കഴിവുകൾ അവിടെ വരരുത്, നമ്മുടെ പ്രശംസ അവിടെ വരരുത്. അത് നമ്മുടെ ചെവികളിൽ കേൾക്കുമ്പോൾ അത് ഒഴിഞ്ഞു പോകുന്നതായി മാറണം. അത് നമ്മുടെ ഹൃദയത്തിലേക്ക് കടക്കുവാൻ അനുവദിക്കരുത്. We need to prioritize his heavenly rules over the earthly religious rules. ഈ ലോകത്തിലെ എല്ലാ നിയമങ്ങളെയും അധികരിക്കുന്നതായിരിക്കണം സ്വർഗത്തിലെ ദൈവം നമുക്ക് തരുന്ന നിയമങ്ങളും നിയമാവലികളും ദൈവവചനവും എന്നുള്ളത്. നമുക്ക് ദൈവം തന്നിരിക്കുന്ന റിസോഴ്സസ്, ഉപാധികള്, മാർഗങ്ങള്, അതെല്ലാം ദൈവജനത്തിന്റെ വിടുതലിനും ദൈവനാമ മഹത്വത്തിനും ദൈവീക പ്രവർത്തിക്കുമായിട്ട് ഉപയോഗിക്കാൻ തയ്യാറാണ്. ഇനിയും
3-4 കാര്യം കൂടെ ഞാൻ ഈ യായേലിനെ കുറിച്ച് പറയട്ടെ, എന്നിട്ട് ഞാൻ എൻ്റെ മെസ്സേജ് നിർത്തുവാൻ ആഗ്രഹിക്കുക. നമ്പർ 1, ഈ യായേൽ എന്ന് പറയുന്നത് ഗോഡ്സ് പെർഫെക്റ്റ് പേഴ്സൺ ആയിരുന്നു. ഗോഡ്സ് പെർഫെക്റ്റ് പേഴ്സൺ, ദൈവത്താൽ നിയോഗിക്കപ്പെട്ട പൂർണ്ണതയുള്ള ഒരു സഹോദരി. പൂർണ്ണത എന്ന് പറയുമ്പോൾ മാനുഷികമായ അപൂർണതകൾ ഉണ്ട്, പക്ഷെ ദൈവപ്രവൃത്തിക്ക് വേണ്ടി ദൈവം കണ്ട പൂർണ്ണതയുള്ള വ്യക്തി. സോ ഇവിടെ നമ്മൾ നോക്കിയേ, ആ യാബീന്റെ കീഴിലുള്ള സിസറയെയും എല്ലാം കൊന്ന് അവള് ദൈവപ്രവർത്തിക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ദൈവം വിചാരിച്ചത് ഇങ്ങനെയാ, സിസറ ഓടി അവളുടെ കൂടാരത്തിലേക്ക് കയറിയതുമെല്ലാം ഇതെല്ലാം ദൈവപ്രവൃത്തിയാ. പക്ഷെ അതെല്ലാം അതിന്റെ പൂർണ്ണതയിൽ ചെയ്തെടുക്കുവാൻ യായേല് തയ്യാറായി ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തു. ഡേവിഡിന്റെ ജീവിതത്തിൽ, ദാവീദിന്റെ ജീവിതത്തിൽ ഒത്തിരി അപാകതകൾ വന്ന മനുഷ്യനാ. പക്ഷെങ്കിൽ ദാവീദിന്റെ ഹൃദയത്തെയാണ് ദൈവം നോക്കിയത്. എന്നിട്ട് ദാവീദിന് ദൈവം കൊടുത്ത ടൈറ്റിൽ എന്താണ്? എന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്ന്. അവർക്ക് യായേലിനെ അങ്ങനെ വിളിക്കാൻ ഇഷ്ടമാ. യായേല് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ഒരു സ്ത്രീ ആയിരുന്നു. ഒരിക്കലും നാം പുറമേയുള്ള കാര്യങ്ങൾ നോക്കിയ, നമ്മുടെ സിറ്റുവേഷൻസ് നോക്കിയാൽ നമുക്ക് ഒരിക്കലും, അല്ലെങ്കിൽ യായേലിന്റെ സിറ്റുവേഷൻസ് നോക്കിയാൽ ഒരിക്കലും ദൈവപ്രവൃത്തിക്ക് വേണ്ടി അവൾ പൂർണ്ണതയുള്ളവളാണോ എന്ന് മാനുഷികമായി നോക്കിയാൽ നോ, ഷീ ഈസ് നോട്ട്. പക്ഷെ ദൈവം അവളെ ഒരു പെർഫെക്റ്റ് പേഴ്സൺ ആക്കുകയായിരുന്നു. അതുകൊണ്ടല്ലേ 1 ശമൂവേൽ 16:7 പറയുന്നത്, മനുഷ്യർ പുറമേ ഉള്ളത് നോക്കുന്നു, ദൈവമോ ഹൃദയങ്ങളെയാണ് നോക്കുന്നത്. ആകാര ഭംഗിയിലോ കഴിവുകളും മിടുക്കുകളുടെ കൂടുതലുള്ള വ്യത്യസ്തമായ അതിലോ ഒന്നും അല്ല കർത്താവ് നോക്കുന്നത്. ദൈവം നോക്കുന്ന ദൈവപ്രവൃത്തിക്ക് വേണ്ടി ഗോഡ് ക്യാൻ യൂസ് ആൻഡ് ഗോഡ് വിൽ യൂസ് എനിവൺ അറ്റ് എനി ടൈം. എപ്പോൾ വേണമെങ്കിലും ആരെ വേണമെങ്കിലും കർത്താവിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നവരെ ദൈവം ഉപയോഗിക്കുവാൻ ശക്തനാണ്. പക്ഷെ നാം എന്ത് ചെയ്യണം? നമ്മളെ ദൈവത്തിന്റെ ലക്ഷ്യത്തിനു വേണ്ടി നമ്മൾ പൊസിഷൻ ചെയ്യണം. യെഹെസ്കേൽ പുസ്തകത്തില് നാം വായിക്കുന്നുണ്ടല്ലോ, ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ വന്നു, എന്നിട്ട് ദൈവത്തിന്റെ ആത്മാവ് അവനെ എടുത്തുകൊണ്ട് ഒരു സ്ഥലത്ത് കൊണ്ട് നിർത്തി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അതില് ഞാൻ ഈയിടെ ബൈബിൾ കോളേജിലെ കുഞ്ഞുങ്ങളോട് സംസാരിച്ചപ്പോ പറഞ്ഞു, നമ്മള് ദൈവാത്മാവിനാൽ എടുക്കപ്പെടണമെങ്കിൽ ഇംഗ്ലീഷിൽ ഗ്രാബ്ഡ് ബൈ ഗോഡ് എന്ന, ഇങ്ങനെ തട്ടിയെടുക്കുക, എടുത്തോണ്ട് റാഞ്ചിക്കൊണ്ട് പോവുക. അങ്ങനെ എടുക്കണമെങ്കിൽ എങ്ങനെയാണെന്നറിയാമോ? പൊസിഷൻ യുവേഴ്സെൽഫ്. നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മളെ പൊസിഷൻ ചെയ്യാൻ, സ്ഥാനഭ്രംശം സംഭവിക്കാതെ കറക്റ്റ് ആയിട്ട് നിന്ന് കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം. എങ്കിലേ കർത്താവിന് നമ്മളെ ഗ്രാബ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നാലും ദൈവാത്മാവിന് നമ്മളെ പൊക്കിയെടുക്കാൻ കഴിയുള്ളൂ. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ എല്ലാം ചർച്ചില് ചൈൽഡ് ഡെഡിക്കേഷൻ നടക്കത്തില്ലയോ? അപ്പൊ ചില പിള്ളേരാണെങ്കിൽ, കുഞ്ഞു പിള്ളേരാകുമ്പം പിന്നെ അതുങ്ങള് കരഞ്ഞോണ്ടാണേലും അനങ്ങാതെ കയ്യിലിരിക്കും. പക്ഷെ ഇച്ചിരി പ്രായമുള്ളവർ 1 വയസ്സോ അല്ലെങ്കിൽ 8 മാസമൊക്കെ ആയവരെ പ്രതിഷ്ഠിക്കുമ്പോ പാസ്റ്റർ അന്നേരം കൊച്ചിങ്ങനെ ഇറക്റ്റഡ് ആയിട്ടായിരിക്കുമല്ലോ, ഇങ്ങനെയല്ലല്ലോ ഇരിക്കുന്നത്, ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്. അപ്പം ദൈവദാസൻ കൊച്ചിന്റെ തലേ കൈവച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി വെക്കൂ. ഈ കൊച്ചെന്ത് ചെയ്യും? മിക്കവാറും കണ്ടിട്ടുണ്ടോ? അവൻ തലയിട്ട് ഇളക്കി ഈ പാസ്റ്ററുടെ കയ്യ് തലയിലിരിക്കാൻ സമ്മതിക്കത്തില്ല. കണ്ടിട്ടില്ലേ? അതാണ്. പക്ഷെങ്കിൽ അന്നേരം പാവപ്പെട്ട അപ്പനും അമ്മയും മക്കളെ എന്നൊക്കെ പറഞ്ഞ് എങ്ങനെയും ഒക്കെ പാസ്റ്ററുടെ കൈവച്ച് പ്രാർത്ഥിക്കണമല്ലോ, അനുഗ്രഹം വേണമല്ലോ. ഈ കുഞ്ഞിക്കുട്ടൻ ഇതിന് സമ്മതിക്കത്തില്ല, അവൻ തലയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കും. അതാണ്, പൊസിഷൻ ചെയ്യാൻ നാം തയ്യാറാകണം. ആമേൻ. ആത്മീയ സത്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പൊസിഷൻ യുവർസെൽഫ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഗോഡ്. അപ്പൊ നിങ്ങൾ ഒരു പെർഫെക്റ്റ് പേഴ്സൺ ആകുക. എന്തിനു വേണ്ടി? കർത്താവിന്റെ ഒരു പദ്ധതിക്ക് വേണ്ടി. യായേൽ അങ്ങനെയായിരുന്നു. സമൂഹം എന്ത് പറഞ്ഞാലും, സമൂഹത്തിന്റെ നോംസ് ബ്രേക്ക് ചെയ്തെന്ന് പറഞ്ഞാലും, ഭർത്താവുമായിട്ടുള്ള കൂട്ടും പരിചയവും ഒക്കെ മറന്നുപോയെന്ന് പറഞ്ഞാലും, ഒറ്റപ്പെട്ടാലും, കിംവദന്തികൾ കേൾക്കേണ്ടി വന്നാൽ പോലും കർത്താവിന്റെ പ്രവൃത്തിക്ക് വേണ്ടി എന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. ഷീ വാസ് എ പെർഫെക്റ്റ് പേഴ്സൺ. സമയം പോവുകയാണല്ലോ. നമ്പർ 2, ഷീ വാസ്, നോക്കിയേ, ഗോഡ്സ് പെർഫെക്റ്റ് പ്രിപ്പറേഷൻ ആണ് നടക്കുന്നത്. ആമേൻ. ഒരു ഭയങ്കര പെർഫെക്റ്റ് പ്രിപ്പറേഷൻ ദൈവപ്രവൃത്തിക്ക് വേണ്ടി നടക്കുകയാ ചെയ്യുന്നത്. ബിക്കോസ്
നമ്മൾ പലപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫിലിപ്പിയർ 1:6 നാം വായിക്കുന്നു, നമ്മളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ അതിന്റെ അവസാനത്തോളം അതിനെ തികയ്ക്കും എന്നുള്ളൊരു വാക്യമുണ്ട്. നമ്മുടെ കർത്താവിന്, എന്റെ യേശുപ്പനെ കുറിച്ച്, എന്റെ ദൈവത്തെ കുറിച്ച് എനിക്ക് പറയാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സെന്റൻസ് ആണ്, ഗോഡ് ഈസ് ദ ഡ്രീം ഗിവർ ആൻഡ് ദ ഡ്രീം ഫുൾഫില്ലർ. നിങ്ങൾ എഴുതി വെക്കണം, നിങ്ങൾ കിടക്കത്ത് കട്ടിലിന്റെ മുകളിൽ എഴുതി വെക്കണേ, കട്ടിലിന്റെ ഭിത്തിയിൽ എഴുതി വെക്കണം. ഗോഡ് ഈസ് ദ ഡ്രീം ഗിവർ. കർത്താവ് സ്വപ്നം നൽകുന്നവനും, സ്വപ്നം നൽകുന്നവൻ മാത്രമല്ല ആ സ്വപ്നത്തെ പൂർത്തീകരിക്കുന്നവനും. ഓ ഹല്ലേലൂയ! എത്ര പേർക്ക് സ്തോത്രം പറയാൻ പറ്റും. കർത്താവ് എനിക്ക് തന്ന സ്വപ്നത്തെ ദൈവം പൂർത്തീകരിക്കുന്ന ദൈവമാ. കർത്താവ് എനിക്ക് തന്ന ദർശനത്തെ കർത്താവ് പൂർത്തീകരിക്കുന്ന ദൈവമാ. അവർ ഗോഡ് ഈസ് എ dream giver and also our God is a dream fulfiller. ദൈവകരങ്ങളില് നാം എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്, ദൈവം നമുക്ക് സ്വപ്നങ്ങളെ തരുന്നവൻ മാത്രമല്ല, സ്വപ്നങ്ങളെ ഫുൾഫില്ല് ചെയ്യുന്നവനുമാണ്. ഇവിടെ നോക്കിയേ, പലപ്പോഴും എന്തുകൊണ്ടാണ് നമ്മളിൽ ദൈവപ്രവൃത്തി നടക്കാത്തതെന്നറിയാം? നടക്കാത്തതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇതിനെ വലിയൊരു വർക്കായിട്ടാണ് കാണുന്നത്, എന്തോ വലിയ പ്രവൃത്തി. അങ്ങനെയല്ല. ദൈവകരങ്ങളെ നമ്മളെ ഏൽപ്പിച്ചാൽ മതി, ബാക്കിയുള്ള കാര്യം ആരാ ചെയ്യുന്നത്? ഹോളി സ്പിരിറ്റാ ചെയ്യുന്നത്. ദൈവമേ, യാഗേല് നേരത്തെ വല്ലതും വിചാരിച്ചായിരുന്നെങ്കിൽ അവള് ഉറങ്ങുമായിരുന്നോ? പ്രിയ സഹോദരിമാരെ, ഞാൻ ഒരാളെ തട്ടാൻ പോവാണെന്ന് വിചാരിച്ചായിരുന്നെങ്കിൽ അവൾക്ക് ഉറക്കമില്ലാത്ത രാത്രികളല്ലേ, എങ്ങനെ സമാധാനത്തോടെ കിടന്നുറങ്ങും? അവള് ആഫ്റ്റർ ഓൾ ഷീ ഈസ് ആൻ ഓർഡിനറി വുമൻ. ഒരാൾ മരിച്ചെന്ന് കേട്ടാൽ നമ്മുടെ ഉറക്കം പോകത്തില്ലയോ? ഒന്ന് വിചാരിച്ചു നോക്കിയേ. അപ്പൊ അവൾ ആ ദൈവത്തിലുള്ള അവളുടെ ആശ്രയത്വവും ദൈവപ്രവൃത്തിക്ക് വേണ്ടി ദൈവം അവളെ പ്രിപ്പയർ ചെയ്തതും അല്ലേ, എത്ര മനോഹരമായിട്ട്. അതുകൊണ്ടല്ലേ അവളൊരു ഭയങ്കര ഒരു കൂൾ ടാസ്ക്, കേക്ക് കട്ടിങ് പോലെ ഒരു ദൈവപ്രവൃത്തി അങ്ങ് ചെയ്തു. മർഡർ. ആർ യു അണ്ടർസ്റ്റാൻഡിങ് മീ? പ്രിപ്പറേഷൻ, ഗോഡ്സ് പ്രിപ്പറേഷൻ. യോസഫിന്റെ ജീവിതത്തില് പോത്തിഫറിന്റെ ഹൗസിൽ സ്ലേവ് ആയിട്ട്, പ്രിസണില് ഇന്നസെന്റ് മെന്ന് എല്ലാം ഉണ്ട്. ഏകദേശം എത്ര വർഷം എടുത്തു അവന് ഇങ്ങോട്ടേക്ക് വരുവാൻ, ഈജിപ്തിലെ രണ്ടാമനായി മാറുവാൻ എത്ര വർഷം എടുത്തെന്ന് നമുക്കറിയാം. മോസസിന്റെ ജീവിതത്തിൽ നോക്കിയ, മോശയുടെ ജീവിതത്തില് എത്ര വർഷം എടുത്തു? 80 പരം. അവന് 80 വയസ്സായപ്പോഴാണ് ഫറവോന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. ദൈവത്തിന്റെ പ്രിപ്പറേഷൻ ഒന്ന് ഓർത്തു നോക്കിയേ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരിമാരെ, ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്നറിയാമോ? ചിലരുടെ ഹൃദയങ്ങളിൽ, കർത്താവേ, ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി ഞാൻ കുറെ നാളുകളായല്ലോ, അത് വർഷങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുവാണല്ലോ, വർഷങ്ങൾ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് വേദനപ്പെടുന്ന ചിലർ എന്നെ കേൾക്കുന്നുണ്ട്. അത് ആത്മാവിൽ സെൻസ് ചെയ്തുകൊണ്ട് ഞാൻ പറയുക, കർത്താവിന്റെ ദൈവപ്രവൃത്തിയുടെ ഒരു കംപ്ലീഷന് വേണ്ടി ഗോഡ്സ് പെർഫെക്റ്റ് പ്രിപ്പറേഷൻ ഈസ് ഗോയിങ് ഓൺ. യു നോ, ഗോഡ് ഈസ് പ്രിപ്പയറിംഗ് യു ഫോർ ദ ഫുൾഫിൽമെന്റ് ഓഫ് ദാറ്റ് ഗോഡ്സ് വർക്ക്. പിന്നെ ഒത്തിരി പറയാനുണ്ട്, സമയമില്ലാത്തത് കൊണ്ട് ഞാൻ വേഗം പറയുക. തേർഡ് വൺ, ഗോഡ്സ് പെർഫെക്റ്റ് ടൈമിങ്. നമ്മൾ എപ്പോഴും കർത്താവിനോട്, ഞാനടക്കം പരാതിപ്പെടുന്ന, കർത്താവ് ഓരോരുത്തരൊക്കെ പ്രാർത്ഥിച്ച അന്നേരം മറുപടി. നമ്മളൊക്കെ വർഷങ്ങളായിട്ട് പ്രാർത്ഥിച്ചിട്ട്, നമ്മുടെ അപ്പനല്ലേ, നമുക്ക് പരാതിയൊക്കെ പറയത്തില്ല. ഞാൻ പറയാറുണ്ട് കേട്ടോ, നിങ്ങളൊക്കെ നല്ല സഹോദരിമാരാ, പറയാതിരിക്കുന്നത് നല്ലതാണ്. ഞാൻ അങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷെ എന്റെ പരാതിയെ മാറ്റിയ ഒരു സംഭവമുണ്ട്. ഞാൻ എപ്പോഴും പറയുമായിരുന്നു, കർത്താവ് എത്ര വർഷമായിട്ട് ഓരോ കാര്യത്തിന് നമുക്ക് അതിന് മറുപടിയില്ല, പക്ഷെ ഓരോരുത്തർ പ്രാർത്ഥിക്കുന്നു, അന്നേരം അവർക്ക് പിറ്റേ ദിവസമേ മറുപടിയാ. യേശുപ്പച്ചൻ എന്താ ഇങ്ങനത്തെ പണിയൊക്കെ ചെയ്യുന്നത്? എന്നോട് സ്നേഹമില്ല, എന്റെ പ്രാർത്ഥന മാത്രം കേൾക്കുന്നില്ലേ? അപ്പം പരിശുദ്ധാത്മാവ് പറഞ്ഞ ഒരു മർമ്മം ഇങ്ങനെയാ. പ്രാർത്ഥിക്കുന്നവര് 2 കൂട്ടരുണ്ട്. സപ്പോസ് ഫേബാൻഡി പ്രാർത്ഥിക്കുന്നു, ഞാനും പ്രാർത്ഥിക്കുന്നു. ഞാൻ പ്രാർത്ഥിച്ചിട്ട് എനിക്കതിന് മറുപടി കിട്ടിയില്ലെങ്കിലേ എന്റെ വിശ്വാസം അത്ര ആഴമുള്ളതായിരിക്കില്ല, എന്റെ ആശ്രയത്വം അത്ര ആഴമുള്ളതായിരിക്കില്ല. അതുകൊണ്ട് എന്റെ യേശുപ്പൻ അതിന് മറുപടി കൊടുത്തില്ലെങ്കിൽ അവരെന്നാ ചെയ്യുമെന്നറിയാവോ? മതി, സലാം പറഞ്ഞങ്ങ് പോകും. കർത്താവിന് അറിയാവേ ആ കൂട്ടരെ. അതുകൊണ്ട് ഈ ഷൈനി പ്രാർത്ഥിക്കുമ്പോ അങ്ങ് ഓക്കെ, വി ഹാവ് ടു ഗീവ് റിപ്ലൈ, അല്ലെങ്കിൽ അവിടെ സ്വഭാവിത. പക്ഷെ ഫേബ വർഗീസ് അതിന് മറുപടി കൊടുത്താലും ഇല്ലെങ്കിലും തമ്പുരാനെ ഇട്ടേച്ചു പോവുകയില്ലെന്നറിയാം. ഗ്ലോറി ടു ഗാഡ്. എന്നോട് പറഞ്ഞു, ഷൈനി, നിന്നെ ആ ഗ്രൂപ്പിലാ കണക്കാക്കിയേക്കുന്നേ, പിന്നെ നിനക്ക് പരാതി ഉണ്ടോ? ഞാൻ മറുപടി തന്നാലും
ദൈവത്തിന്റെ സമയമാണെന്ന് മനസ്സിലാക്കി അതിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ബോധ്യം നിന്നിൽ ഞാൻ തന്നിട്ടുണ്ട്. ആ ഗ്രൂപ്പിലാ നിന്നെ എന്നെയൊക്കെ ഇട്ടേക്കുന്നത്. അതുകൊണ്ടാ മറുപടി താമസിക്കുന്നത്. പോരെ, അതിനേക്കാളും വലിയത് വല്ലതും വേണോ? എന്റെ ദൈവമേ, മരണം വരെ എന്റെ പൊന്നപ്പനെ തള്ളിക്കളയും ഒരു പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ലെന്ന് പറഞ്ഞ്, നാം വിചാരിക്കുന്നത് പോലെ കുഞ്ഞുങ്ങളുടെ ഭാവി നടന്നില്ലെന്ന് പറഞ്ഞ് കർത്താവിനെ ഇട്ടിട്ട് നമ്മൾ പോവോ? നെവർ. നമ്മൾ ചെയ്യില്ലത്. ദർ ഈസ് ഗോഡ്സ് ടൈമിങ്. യായേലിന് വേണ്ടി ദൈവം വെച്ചിരുന്ന ആ ടൈം ആയിരുന്നു. ദൈവം എല്ലാ കാര്യങ്ങൾക്കും ഒരു സ്റ്റേജിനെ സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കും. യായേലിന്റെ ജീവിതത്തിലും അങ്ങനെയായിരുന്നു. ഓൾ ഓഫ് എ സഡൻ ഇത് സംഭവിച്ചതൊന്നും അല്ല സഹോദരിമാരെ, ഇതെല്ലാം ഒരു പ്രോസസ് ആയിരുന്നു. ദൈവം അവളെ ഒരു പെർഫെക്റ്റ് പേഴ്സൺ ആക്കി, ഒരു പെർഫെക്റ്റ് പ്രിപ്പറേഷൻ കൊടുത്ത്, ഒരു പെർഫെക്റ്റ് ടൈമിങ്ങിലേക്ക് കൊണ്ട്. ഞാൻ പറഞ്ഞല്ലോ പെർഫെക്റ്റ് ടൈമിങ് പറയുമ്പോൾ ഒന്നും കൂടെ ഞാൻ പറയട്ടെ. യോസഫിന്റെ പ്രൈം മിനിസ്റ്ററിന്റെ ഓഫീസിലേക്ക് വരുവാൻ 17 years ലോങ്. ഡേവിഡ് ടീനേജർ ആയിരുന്ന ഡേവിഡ് ഒരു രാജാവായി മാറുവാൻ 15 years he waited. 40 yearsലാണ് മോശ മരുഭൂമിയിലേക്ക് ഓടിപ്പോയത്. 80 yearsലാണ് അവൻ ഫറവോന്റെ മുമ്പിൽ നിന്നത്. നോയിക്കേ, എത്ര വർഷങ്ങളുടെ പ്രിപ്പറേഷനും. അതാണ് ദൈവത്തിന്റെ ടൈമിംഗ് എന്ന് പറയുന്നത്. ഇന്ന് ആരെങ്കിലും വേദനപ്പെട്ട് ദൈവസേനയിലായിരിക്കുന്നെങ്കിൽ ദൈവപ്രവർത്തിക്ക് ഒരു സമയമുണ്ട് പ്രിയരെ. ദൈവം ആ പ്രവൃത്തി കർത്താവിന്റെ സമയത്ത് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പിള്ളേരോടും പറയാറുണ്ട്, ഡിലേ ഈസ് നോട്ട് ഡിനയൽ ബട്ട് ഇറ്റ് ഈസ് ഫോർ ദ ബെസ്റ്റ്. താമസിക്കുന്നത് ഒരിക്കലും നമ്മളെ തള്ളിക്കളയുന്നതല്ല, അത് ഏറ്റവും നല്ലതായ ഒന്നിനു വേണ്ടി ദൈവം ചെയ്യുന്നതാണ്. സോ ഞാൻ മുമ്പേ പറഞ്ഞു, അപ്പം ഞാൻ പറഞ്ഞു ഗോഡ്സ് പെർഫെക്റ്റ് പേഴ്സൺ, പെർഫെക്റ്റ് പ്രിപ്പറേഷൻ, പെർഫെക്റ്റ് ടൈമിംഗ് ആൻഡ് പെർഫെക്റ്റ് വെപ്പൺ. ഞാൻ അത് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതായതുകൊണ്ട് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഷീ വാസ് പ്രിപ്പയർഡ് and positioned to use that weapon at the perfect time. ദൈവം കൊടുത്ത പെർഫെക്റ്റ് വെപ്പൺ പെർഫെക്റ്റ് ടൈമിൽ പെർഫെക്റ്റ് പ്രിപ്പയർഡ് ആയിട്ട് ഉപയോഗിക്കുവാൻ ദൈവം യായേലിനെ ഉപയോഗിച്ചു. The word of God is our weapon. എനിക്കറിയത്തില്ല നിങ്ങൾക്ക് എത്ര പ്രാവശ്യം തോന്നിയിട്ടുണ്ടെന്ന്. ഞാൻ ഒത്തിരി എനിക്ക് സങ്കടമൊക്കെ വരും. സങ്കടമൊക്കെ ഉണ്ട് കേട്ടോ, ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുന്ന സങ്കടം ഇല്ലെന്നൊന്നും വിചാരിക്കില്ല. എല്ലാരെക്കാളും കൂടുതൽ സങ്കടം ഇങ്ങനെയൊക്കെ ഉള്ളവർക്കാന്ന് വിചാരിച്ചോണം. നമ്മളോടല്ലേ മൊത്തം. അപ്പൊ ഞാൻ എപ്പോഴും ചെയ്യുന്ന ഇതങ്ങ് നെഞ്ചത്തോട്ടങ്ങ് ചേർത്ത് പിടിക്കും. ഇതിന്റെ ട്രാൻസ്ലേഷൻ പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴും ഉപയോഗിച്ച് ഇതിന്റെ തൊലിയൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ ഇത് മാറ്റാൻ ഇഷ്ടമല്ല. ബൈബിൾ ഇഷ്ടം പോലെ ഉണ്ട് കയ്യിൽ, മാറ്റാൻ ഇഷ്ടമല്ല. കാരണം അവിടെ ഇവിടെ എല്ലാം കോറി വരച്ച് എഴുതി ഡേറ്റ് ഇട്ട് ദൈവത്തിന്റെ ആശ്വാസങ്ങൾ കിട്ടിയതൊക്കെ മെൻഷൻ ചെയ്ത് വെച്ചേക്കുക. അപ്പൊ കൂടെ ഇത് നെഞ്ചത്തോട് ചേർത്ത് പിടിച്ച് ഞാൻ ഇരിക്കുന്ന കസേരയിൽ ഇങ്ങനെ ഇരിക്കും. പിന്നെ ഒന്നും പറയേണ്ട കേട്ടോ, ആ കിട്ടുന്ന ഒരു ആശ്വാസം എന്ന് പറയുന്നത് അത് ഹൃദയത്തിലേക്ക് അങ്ങ് പെനട്രേറ്റ് ചെയ്യുക. ഇതിന്റെ ശക്തി എന്ന് പറയുന്നത് ആർക്കും പറഞ്ഞു കർത്താവിന്റെ വചനത്താലുള്ള ആശ്വാസം, കർത്താവിന്റെ വചനത്താലുള്ള ബലം, കർത്താവിന്റെ വചനത്താലുള്ള എൻകറേജ്മെന്റ്, കർത്താവിന്റെ വചനത്താലുള്ള നടത്തിപ്പ് ഞാൻ ലോകത്തിൽ എനിക്ക് എവിടെയും കിട്ടാനില്ല, കിട്ടുകയും വേണ്ട. ഗ്ലോറി ടു ഗോഡ്. അതാണ് നമ്മുടെ പെർഫെക്റ്റ് വെപ്പൺ. ആമേൻ. അവർ പെർഫെക്റ്റ് വെപ്പൺ ആൻഡ് ഇറ്റ് വാസ് ഗോഡ്സ് പെർഫെക്റ്റ് പ്ലാൻ. ഇതൊരു വലിയ മെസ്സേജ് ആണ്. പക്ഷെ ഇനിയും ഞാൻ സമയം എടുത്ത് ശരിയാകത്തില്ല. ഒരു മനുഷ്യന് ലിസണിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 20 minutes ആണെന്നാണ് സയൻസ് പഠിപ്പിക്കുന്നത്. നിങ്ങൾ ഇച്ചിരിയും കൂടെ കർത്താവിന്റെ വചനത്തോടൊക്കെ സ്നേഹമുള്ളവരും നല്ല ലിസണേഴ്സും ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പൊ 1 മണിക്കൂറോളം നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. സോ ഗോഡ്സ് പെർഫെക്റ്റ് പ്ലാൻ. ദൈവത്തിന് ഒരു പെർഫെക്റ്റ് പ്ലാൻ ഉണ്ട്, നമ്മുടെ ജീവിതത്തിലും ഉണ്ട്. യായേലിന്റെ ജീവിതത്തിൽ മാത്രമല്ല. ഗോഡ്സ് പെർഫെക്റ്റ് പ്ലാൻ ഈസ് ദാറ്റ് യു നോ ഹിം ആൻഡ് മേക്ക് ഹിം നോൺ. നമ്മുടെ ജീവിതത്തിലുള്ള കർത്താവിന്റെ പെർഫെക്റ്റ് പ്ലാൻ എന്താണെന്ന് അറിയാമോ? ദൈവത്തെ നാം അറിയണം, മറ്റുള്ളവരെ ദൈവത്തെ അറിയിക്കുകയും വേണം. മനസ്സിലായല്ലോ? സോ ജായൽ വാസ് ഗോഡ്സ് പെർഫെക്റ്റ് പ്ലാൻ ടു ഡിഫീറ്റ് ഇസ്രയേൽസ് ഫിസിക്കൽ എനിമി. ശത്രുവിനെ നിഗ്രഹിക്കുക എന്നുള്ളതായിരുന്നു യായേലിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പെർഫെക്റ്റ് പ്ലാൻ. അവർ ഗോഡ് ഈസ് ജീസസ് ഈസ് ഗോഡ്സ് പെർഫെക്റ്റ് പ്ലാൻ ഫോർ us. നമുക്ക് വേണ്ടി പിതാവായ ദൈവം തന്ന പെർഫെക്റ്റ് പ്ലാൻ എന്ന് പറയുന്നത് നമ്മുടെ യേശു കർത്താവായിരുന്നു. അതാണ് നമുക്ക് തന്നത്. അതുകൊണ്ടാണല്ലോ എല്ലാ സ്പിരിച്വൽ ബാറ്റിലിനെയും ക്രൂസിൽ
തറയ്ക്കുവാൻ ഇടയായി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇന്ന് രാവിലെ ഇത്രത്തോളം സമയം ഞാൻ നിങ്ങളോട് കർത്താവിന്റെ വചനത്തിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ദൈവം അനുവദിച്ച പിന്നെ നമുക്ക് കാണാം, പിന്നെ നമുക്ക് വചനം ചിന്തിക്കുക. കർത്താവ് ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിലെ ഇംപെർഫെക്ഷൻസ്, ഡിസഡ്വാൻറ്റേജസ് ഒന്നും ദൈവപ്രവൃത്തിയെ ഡിസ്ക്വാളിഫൈ ചെയ്യുന്നതല്ല. മനസ്സിലാക്കണം. ഒരിക്കലും വിചാരിക്കരുത് എന്റെ ജീവിതത്തിൽ ഒത്തിരി ഇംപെർഫെക്ഷൻസ്. ഗോഡ് വിൽ യൂസ്, എല്ലാവരും വളരെ ശ്രദ്ധിക്കണേ, ഗോഡ് വിൽ യൂസ് ദ ഇംപെർഫെക്റ്റ് പീപ്പിൾ ആൻഡ് മേക്ക് ദം പെർഫെക്റ്റ് ടു ഡു ഹിസ് പെർഫെക്റ്റ് വിൽ. അപരിപൂർണരായ മനുഷ്യരെ ദൈവം പൂർണരാക്കി ദൈവീക പൂർണത വെളിപ്പെടുത്തുവാൻ ദൈവം പ്രവർത്തികളെ ചെയ്യും. എത്ര പേർക്ക് കർത്താവിന്റെ സന്നിധി സമർപ്പിക്കാം? ഞാൻ ഇന്ന് ഈ പറഞ്ഞ ലെസൺസ് നിങ്ങൾ കേട്ടിട്ടുള്ളതാണോ എനിക്കറിയില്ല. കർത്താവ് എനിക്ക് തന്ന വെളിപ്പാട്, ഈ ഭാഗത്തിൽ നിന്ന് തന്ന ചില ലെസൺസ് ആണ് ഞാൻ നിങ്ങളോട് ഇന്ന് സംസാരിക്കാനിടയ. എന്റെ ജീവിതത്തിന് വളരെ പ്രയോജനമായി തീർന്ന ഒന്നായിരുന്നു ഇന്ന് നിങ്ങളോട് ഞാൻ പറയുവാനിടയായത്. പക്ഷെ എനിക്കൊരു കാര്യം നല്ല ഉറപ്പുണ്ട്. ഇന്ന് പകൽക്കാലം ഈ വചനം കേട്ട ചില ദൈവമക്കൾ, കർത്താവ് ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ ചില അപൂർവ പ്രവർത്തികൾക്ക് വേണ്ടി, അപൂർവ കാര്യങ്ങൾക്ക് വേണ്ടി കർത്താവ് നിങ്ങളെ കണ്ടിട്ടുണ്ട്. അതിനായി നാം സമർപ്പിക്കണം. നമ്മുടെ ലഭ്യതയെ പരിശുദ്ധാത്മാവിനോട് ഏറ്റുപറയണം. ആയതിനാൽ തന്നെ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുവാനും സഹായിക്കുവാനും ശക്തനായ ദൈവമാണ്. ഒന്നിനെ കുറിച്ചും ഭാരപ്പെടേണ്ട. ദൈവസനയിൽ ആശ്രയിച്ച് മുന്നേറാം. ദൈവകൃപ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. താങ്ക് യു സോ മച്ച് ഫേബാൻഡി. ഗോഡ് ബ്ലസ്.